good evening. Hi Sana, hi Dawn, hi Archana, hi Sarah, hi Fatima, hi Sandhya. എല്ലാവർക്കും ബിഗ് ഹായ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കാനുള്ളത് നീറ്റ് ക്രാഷ് കോഴ്സിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഹായ് ഗായ്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ നീറ്റ് 2024 5 ക്വസ്റ്റ്യൻസ് ആണ് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റേജ് ഭയങ്കര ഹൈ ആണ് അല്ലേ. നമുക്ക് +2 പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആൻഡ് വെയിറ്റേജ് ഇസ് വെരി ഹൈ. അപ്പോൾ അത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം കയ്യിൽ വേണടാ മക്കളെ, എന്തൊക്കെയാ കയ്യിൽ വെച്ചിരിക്കുക? ഹായ് മക്കളെ. അപ്പോൾ എല്ലാ കുട്ടീസിൻ്റെ കയ്യിലും NCERT വേണം, എല്ലാവരുടെ കയ്യിലും ഒരു നോട്ട് പാഡ് വേണം. സോ ദാറ്റ് നമുക്ക് മെമ്മറി ബുക്ക് ഇൻ ബിറ്റ്വീൻ പോലെ നമുക്ക് ചെറുതായിട്ട് നമുക്കത് എഴുതാൻ വേണ്ടി. ഫുൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇന്ന് എടുക്കില്ല ഡോൺ, നമ്മൾ ഇന്ന് എടുക്കുക ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ, ഫുൾ ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ NCERT കയ്യിൽ വെക്കുക, പെൻ ആൻഡ് നോട്ട്ബുക്ക് കൈ വെക്കുക, എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളഞ്ഞാലോ. അപ്പോൾ സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്ന ബേസിക് ക്ലാസ്സസിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അതിൽ നമ്മൾ ഇനിഷ്യലി എടുത്ത ടോപ്പിക്കൊക്കെ നല്ല രീതിയിൽ ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. മെനങ്ങാൻ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഓർമ്മിച്ചുകൊണ്ട്, കാരണം ഇതിൻ്റെ ഇനിഷ്യൽ പാർട്ടാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചേച്ച് നമുക്ക് തുടങ്ങാം. ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാവരും സെറ്റാക്കി വെച്ചിരിക്കണം. വെനെവർ ഐ എം സെയിങ് ലൈക്ക് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ യുവർ നീറ്റ്, പെട്ടെന്ന് നിങ്ങൾ NCERTയിൽ തന്നെ അത് മാർക്ക് ചെയ്തിടുക. സോ ദാറ്റ് നമുക്കറിയാം നമ്മുടെ ക്രാഷിൻ്റെ ഈ ഒരു ക്ലാസ് ഡ്യൂറേഷൻ കഴിയുമ്പോൾ നിങ്ങൾ 25 മിനിറ്റ് സെൽഫ് സ്റ്റഡിയുടെ സമയമാണ്. ആ സെൽഫ് സ്റ്റഡിയുടെ സമയത്ത് നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെയാണ് പെട്ടെന്ന് വായിച്ചു പോകാനുള്ളത്. ഓക്കെ അല്ലേടാ. ആൻഡ് ടോപ്പിക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഡൗട്ട് ചോദിക്കുന്നേക്കാളും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഡൗട്ട് ഇടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം. ആൻഡ് നോട്ട്ബുക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ടോപ്പിക്ക് സ്പെർമാറ്റോജെനസിസ് പെട്ടെന്നൊന്ന് വരച്ചു നോക്കിയാൽ പറയുമ്പോഴത്തേക്കും വരച്ചു നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ലാസ് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു റിവിഷൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് 12th നമ്മളിപ്പോൾ ബോർഡ് എക്സാം എഴുതിയ മക്കളാണെങ്കിൽ ഇപ്പോൾ പഠിച്ച് തീർത്ത ടോപ്പിക്കാണിത്. അപ്പോൾ ആർക്കും വലിയ കൺഫ്യൂഷൻ ഇല്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഇവൻസിനെ ഓർഡറിൽ എഴുതാൻ പറയും. ഓക്കെ അല്ലേ. കൃഷ്ണാഞ്ജലി ആപ്പ് ലൈവിലെ ചാറ്റും കാണുന്നുണ്ട്. മിസ് എല്ലാ ചാറ്റും റീഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സെറ്റല്ലേ. അപ്പോൾ എല്ലാ ലൈവിലെയും ചാറ്റ് നമുക്ക് വൺസ് അറ്റ് എ ടൈം റീഡ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉള്ളൂ. എല്ലാ ചാറ്റും മിസ് കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമുക്ക് തുടങ്ങിക്കളയാം. സോ ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുക വാട്ട് ആർ ദി റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുക? നമുക്കറിയാം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാമറ്റോജെനസിസ് പാർട്ടിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിസെക്ഷൽസ് ആണ്. നമുക്കൊരു മെയിലുണ്ട്, ഒരു ഫീമെയിൽ ഓർഗാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കും. എന്നിട്ട് ഇവരെങ്ങനെയാണ് ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മേജർ ഫംഗ്ഷൻ എന്താണ്? ഗ്യാമേറ്റ് പ്രൊഡക്ഷൻ അല്ലെ. എങ്ങനെയാണ് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്യാമറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് ഉണ്ട്, oogenesis ഉണ്ട്. ഇനി ഗ്യാമേറ്റിനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? മെയിൽസ് ആ ഗ്യാമേറ്റിനെ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യണം. ദ സെമിൻ ഈസ് സെക്രീറ്റഡ് ഇൻ ടു ദ ഫീമെയിൽ ബോഡി സോ ദാറ്റ് ഫെർട്ടിലൈസേഷൻ ക്യാൻ ഹാപ്പൻ. ദാറ്റ് ഈസ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ ഓവം, അവിടെ വെയിറ്റ് ചെയ്യുന്ന ഓവത്തിനെ സ്പേം എന്ത് ചെയ്യും? ഫെർട്ടിലൈസ് ചെയ്യും.
ഫെർട്ടിലൈസ് ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല സ്റ്റേജസ് അറ്റൈൻ ചെയ്തിട്ട് അവസാനം ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ 72 hours ടൈം എടുക്കുക. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് എത്തിയിട്ട് അത് നേരെ എൻഡോമെട്രിയത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. ഈ അമ്മയുടെ യൂട്രസിൽ വെച്ചല്ലേ, അമ്മയുടെ ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയത്തിനകത്ത് വെച്ച് ഈ പതുക്കെ തന്നെ നമ്മളുടെ ഈ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് എംബ്രിയോജെനസിസ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിനെ, അമ്മ ഗർഭിണിയായിരിക്കുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ ഗസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുക. നോർമലി ഹ്യൂമൻസിന് 9 months 9 days ആണ്. ആൻഡ് ആഫ്റ്റർ ഗസ്റ്റേഷൻ വി വിൽ ഡെലിവർ ദ ബേബി. സോ നോട്ട്സ് കാണുന്നില്ല, അയ്യോ അതെന്താണ് അങ്ങനെ? സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഇവന്റ്സ് ഇൻ റീപ്രൊഡക്ഷൻ. അപ്പൊ സാധാരണ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഇതിനെ പല ഓർഡറിൽ തന്നിട്ട് അതിന്റെ ഓർഡറിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും കോമൺ ആയി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഡർ ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്ത് വെച്ചേച്ചിണ്ടേ. അപ്പൊ ദാ ഈ ഇനിഷ്യൽ പാർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, അപ്പൊ NCERTയിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം കാണുമ്പോൾ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മേജർ ആയിട്ടുള്ളത്, അപ്പൊ അതിനുവേണ്ടി ഒരു പടം വരച്ച് പറഞ്ഞു തരുന്നത് എളുപ്പം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും മേജർ പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വിച്ച് ഇസ് ടെസ്റ്റസ്. അപ്പൊ വേഗം എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞു തന്നെ. വൈ ടെസ്റ്റസ് ഇസ് കോൾഡ് എസ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ? നമുക്കറിയാം ടെസ്റ്റസ് 45 centimeter ലെങ്ത്, 2 to 3 centimeter വിഡ്ത്ത് വരുന്ന ഓവോയിഡ് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മുടെ അബ്ഡോമന്റെ വെളിയിലായിട്ടാണ്, ഹായ് സൂര്യ, ഈ നമ്മുടെ അബ്ഡോമന്റെ വെളിയിലായിട്ടാണ് സ്കോട്ടം എന്ന് പറയുന്ന ഒരു സാക്കിനകത്താണ് ഈ ടെസ്റ്റസ് ഇരിക്കുന്നത്. ഈ ടെസ്റ്റസുകൾ ശരിക്കും ഇതിനകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുക? സ്പേം പ്രൊഡക്ഷൻ നടക്കുക അല്ലെ. അപ്പൊ വൈ ടെസ്റ്റസ് ഇസ് കോൾഡ് എസ്? യെസ്, ഇറ്റ് ഇസ് കോൾഡ് എസ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഗാമേറ്റ് സ്പേം ആസ് വെൽ ആസ് ഹോർമോൺ ആൻഡ്രോജൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ പറയും ഈ ടെസ്റ്റിസിനകത്ത് എവിടെയാണ് ഈ സ്പേമും ആൻഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ ടെസ്റ്റിസിന്റെ സൈസ് പറയും. അപ്പോൾ വേഗം മക്കളെ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് അയച്ചേ. ഒരു തിക്ക് കണക്റ്റീവ് ടിഷ്യൂ വെച്ച് കവേർഡ് ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സ്കോട്ടം. സ്കോട്ടത്തിൽ എന്തിനാ ഇരിക്കുന്നേ? കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 degree Celsius ലോവർ ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ ആണ് ഈ സ്കോട്ടം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറയുക അല്ലേടാ. അങ്ങനെ നമ്മുടെ ടെസ്റ്റസിന് അകം എടുത്ത് വരച്ചു നോക്കിയാൽ അത് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണേ. ഈ ടെസ്റ്റസിനകം നോക്കിയാൽ ഇതിനകത്ത് ഒരു ടെസ്റ്റസിനകത്ത് എത്ര കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയുക? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ് മക്കളെ? which is called as testicular lobule. Very good. 45 centimeter length, 2 to 3 centimeter in width ആണ് നമ്മുടെ ടെസ്റ്റസ്. ഒവോയിഡ് സ്ട്രക്ചർ ആണ്. സ്കോട്ടത്തിൽ ഇരിക്കുന്നു ടെമ്പറേച്ചർ കുറയ്ക്കാൻ. ആൻഡ് ടെൽ മീ ഹൗ മെനി ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ആർ ദെയർ ഇൻസൈഡ് ടെസ്റ്റസ്? ടെസ്റ്റസിനെ എടുത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ കട്ട് ചെയ്താൽ അതിനകത്ത് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് കാണും. ഹൗ മെനി? Yes, and these each testicular lobule have seminiferous tubule inside it. നമുക്കറിയാം 250 testicular lobules ഉണ്ട്. ഓരോന്നിനകത്തും 1 to 3 seminiferous tubule ഉണ്ട്. ശരിക്കും seminiferous tubule എടുത്ത് നോക്കിയാലോ ദാ ഇങ്ങനെ ഇരിക്കാം. ഈ seminiferous tubuleനകത്തായിട്ട് നമ്മൾ കാണുന്ന sperm producing cells ആണ് സ്പെർമാറ്റോഗോണിയ. അതിനെ നറിഷ് ചെയ്യുന്ന ലാർജ് സെൽസ് ആണ് Sertoli cells. And in between നമുക്കൊരു സെല്ല് കാണാൻ പറ്റും, interstitial cells, otherwise called as dash. And what is the purpose of these cells? വേഗം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ടെസ്റ്റിസിനകത്ത് വെച്ച് തന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് വെച്ച് തന്നെ സ്പേം ഫോർമേഷൻ ഉണ്ടാവും. ഇനി ഈ സ്പേമിനെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് ആക്സസറി ഡക്ട്സ് ആൻഡ് അതിലേക്ക് സെക്രീഷൻസ് ഒഴിക്കുന്നവരാണ് ഗ്ലാൻഡ്സ് അല്ലെ. യെസ്, വെരി ഗുഡ്. ഈ ഇൻഡസ്ട്രീഷ്യൽ സെല്ലിനെയാണ് ലെഡിക് സെൽ എന്ന് പറയുന്നത്. ലെഡിക് സെൽ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. അങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന സ്പേം നേരെ വരുന്നത് റെറ്റി ടെസ്റ്റസിലേക്കാണ്, വിച്ച് ഇസ് ദ നെറ്റ്വർക്ക്. റെറ്റി ടെസ്റ്റസ് അത് പോകുന്നത് എപ്പിഡൈഡമസിലേക്കാണ്.
which is this tubule. Sorry, vas efferentiaയിലേക്കാണ് ഇത് പോവുക. ഈ വാസ് എഫറൻഷ്യ വരെയുള്ള സ്ട്രക്ചർ ഇൻസൈഡ് ദ ടെസ്റ്റിസ് ആണ്. എന്നാൽ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? എപ്പിഡൈഡിമിസ് കാണാൻ പറ്റും. ഓക്കെ ആണ്. ഈ എപ്പിഡൈഡിമിസ് വെച്ചിട്ടാണ് സ്പെർം മെച്യൂർ ആവുക. അപ്പൊ സിമ്പിളായി ഒരു ടെസ്റ്റിസ് വരച്ചാൽ ഇൻസൈഡ് ഉള്ള സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ടെസ്റ്റിക്കുലർ ലോബ്യൂൾ, സെമിനിഫറസ് ട്യൂബ്യൂൾ, റെട്രി ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ. ഔട്ട്സൈഡ് ആണ് എപ്പിഡൈഡമിസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എപ്പിഡൈഡമിസ് വരുന്നു, അത് നേരെ വാസ് ഡിഫറൻസ് ആവുന്നു. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിന്റെ ബാക്ക് സൈഡിൽ ചെന്ന് ആദ്യം സെമിനൽ വെസിക്കിളുമായി ജോയിൻ ചെയ്യുന്നു. ഇറ്റ് ഫോംസ് ഇജാക്കുലേറ്ററി ഡക്ട്. അത് നേരെ വന്ന് യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ യൂറിത്രയെ യൂറോജെനീഷ്യൽ ട്രാക്ട് എന്നാണ് പറയുക. നമുക്ക് അറിയാം. കാരണം എന്താണ്? ഈ യൂറിത്ര വഴി തന്നെയാണ് യൂറിനും അതുപോലെ സ്പേമും ഔട്ട്സൈഡ് പോവുക. ആൻഡ് ദ യൂറിത്ര യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് ബാക്കിലായി നമ്മൾ കാണുന്ന അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്ന പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. ഒരു സിംഗിൾ ഗ്ലാൻഡ് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ കൗപ്പേഴ്സ് അല്ലെങ്കിൽ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് കാണുന്നു, which is lubricating gland, and finally penis കാണും. അപ്പൊ ആക്സസറി ഗ്ലാൻഡ്സ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയാണ്. അപ്പൊ ഡക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും യെസ്, അതിനൊരു കോഡും പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വീപ്പിംഗ് വൈൽ വാച്ചിങ്, വോഡഫോൺ, എഗ്മാൻ, അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾ, സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റെട്ടി ടെസ്റ്റിസ്, റെട്ടി ടെസ്റ്റിസിൽ നിന്ന് നേരെ വാസ് എഫറൻഷ്യ, വാസ് എഫറൻഷ്യയിൽ നിന്ന് വാസ് ഡിഫറൻസ്, അത് കഴിഞ്ഞാൽ ഇജാക്കുലേറ്ററി ഡക്ട്, യൂറീത്ര, പെനിസ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോടാ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് വൺ, വിച്ച് ഇസ് ദി ഓർഡർ ഓഫ് യുവർ ആക്സസറി ഡക്സ്. ഇനി ആക്സസറി ഡക്സ് കഴിഞ്ഞാൽ അടുത്തതാണ് ആക്സസറി ഗ്ലാൻഡ്സ്. 3 ഗ്ലാൻഡ്സ് ആണ് ഉള്ളത്. ഒരു പെയർ സെമിനൽ വെസിക്കിൾ, ഒരു സിംഗിൾ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് എ പെയർ ഓഫ് കോപ്പേഴ്സ് ഗ്ലാൻഡ്, അതർവൈസ് കോൾഡ് എസ് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളിലെ സെമിനൽ പ്ലാസ്മയാണ്. പിന്നെ നമുക്കറിയാം അതുപോലെ കോപ്പേഴ്സ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുക. And finally, talking about external genesia, penis ആണ് മെയിലിലെ external genesia, and the end part is called as glans penis. It is covered by a skin called as foreskin അല്ലെങ്കിൽ perpus. ഓക്കെ ആണോടാ? സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ആ സ്ലൈഡിലൂടെ ഒന്ന് പെട്ടെന്ന് പോവുകയാണ്. ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. അപ്പൊ മെയിൽസില് പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, മെയിൽ ആക്സസറി ഡക്സ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനീഷ്യ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഡയഗ്രാം വിച്ച് ഇസ് ഗിവൺ ഇൻ യുവർ NCERT അത് നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിയടാ മക്കളെ, ദ ടെസ്റ്റിസ് പടം ഒന്ന് ശ്രദ്ധിക്കുകയാണേ. ഇത് സ്കോട്ടമാണ്, ഇത് ടെസ്റ്റിസ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എപ്പിഡൈഡമിസ് ആയിരിക്കും. ഇവിടുന്ന് പോകുന്ന വാസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് യൂറിനറി ബ്ലാഡർ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നു, സെമിനൽ വെസിക്കിളുമായിട്ട് ജോയിൻ ചെയ്യുന്നു, ഇജാക്കുലേറ്ററി ഡക്ട്, അത് നേരെ യൂറീത്ര വഴി ഓപ്പൺ ഔട്ട് ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ കാണുന്ന ഇത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്, ഇത് കൗപ്പേഴ്സ് ഗ്ലാൻഡ് ആണ്, ഇത് നമ്മുടെ പെനിസ് ആണ്. അതിന്റെ എൻ റീജിയൻ ഗ്ലാൻസ് പെനിസ് ആണ്, കവേർഡ് ബൈ ദ സ്കിൻ കോൾഡ് എസ് പെർപ്യൂസ്. അപ്പൊ ഈ ഒരു ലേബലിംഗ് വളരെ സിമ്പിൾ ആണ്. വൺസ് യു ന്യൂ ദ കറക്റ്റ് പാത്വേ അറിയാമെങ്കിൽ ലേബലിംഗ് തെറ്റത്തില്ല. ഇനി നോക്കിയേ, ഈ ഡയഗ്രത്തിന് പുറമേ ഒരു ബാക്ക് സൈഡ് എന്നുള്ള ഡയഗ്രാം നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. അതാണ് മിസ് വരച്ച് കാണിച്ചത്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ടെസ്റ്റിസിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറെ പോയിന്റുകളാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ കാണാം. ലെങ്ത് 45 സെന്റിമീറ്റർ, വിഡ്ത് 2 to 3 സെന്റിമീറ്റർ. അത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് covered by a dense covering called as tunica albuginea. ഈ tunica albuginea NCERT ഇല്ല, but it is covered by a dense covering എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി extra abdominal position കാരണം it is present in a pouch called as scrotum. What is the advantage of scrotum? 2 to 2.5 degrees Celsius lower than normal body temperature ലേക്ക് എത്തിക്കുന്നു.
ഇനി അടുത്ത മേജർ പോയിന്റ് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ നമ്പർ എത്രയാണ്? ഈച്ച് ടെസ്റ്റിസ് 2 ടെസ്റ്റിസ് ആണ് ഉള്ളത്. ഒരു ടെസ്റ്റിസിലാണ് 250 കമ്പാർട്ട്മെന്റ് ഉള്ളത്. സോ ടുഗദർ 500 കമ്പാർട്ട്മെന്റ്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഒരു പോയിന്റ് ആണിത്. ഈച്ച് ടെസ്റ്റിസ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിലും 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിനകത്താണ്. സോ വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ? ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ നമുക്കുള്ളത് it is lined by male germ cell called as spermatogonia and supporting cells called as Sertoli cells. Okay അല്ലേ? ആൻഡ് ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് എന്ത്? സ്പെർമാറ്റോഗോണിയ ആണ് മെയിൽ ജേം സെൽ, അതാണ് സ്പേം ആവുക. സെർട്ടോളി സെൽസ് ആണ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നൗ യു ഹാവ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് വിച്ച് ഇസ് കോൾഡ് ആസ് എ ലേഡിക് സെൽ. ലേഡിക് സെൽ എന്തിനാണ് സഹായിക്കുക? ഈ സ്ട്രോമൽ റീജിയനിലാണ് ലേഡിക് സെൽസ് ഉള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. സെറ്റാണ് അല്ലെ മക്കളെ? ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്ന ചില ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലെഡിക് സെല്ലൊരു ഇമ്മ്യൂണോളജിക്കലി കോമ്പറ്റന്റ് സെൽസ് ആണോ എന്ന്. നോ, ലെഡിക് സെൽ ഒരു ഇമ്മ്യൂണോളജിക്കലി കോമ്പറ്റന്റ് സെൽ അല്ല. പക്ഷേ സ്ട്രോമയിൽ നമുക്ക് ഇമ്മ്യൂണോളജിക്കലി കോമ്പറ്റന്റ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ നമുക്ക് സ്ട്രോമയിൽ കാണാം. ബട്ട് ലെഡിക് സെൽ ഇസ് നോട്ട് എ ഇമ്മ്യൂണോളജിക്കലി കോമ്പറ്റന്റ് സെൽ. ഈ പോയിന്റ് NCERT ഇല്ലെങ്കിലും എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. കാരണം മിക്കവാറും നമ്മൾ കാണുന്ന എല്ലാ പേപ്പേഴ്സിലും അത് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ അല്ലേടാ? അത് കഴിഞ്ഞേച്ച് നമ്മൾ മെയിൽ ആക്സസറി ഡക്സിലേക്ക് എത്തി. റെറ്റിറ്റെസ്റ്റിസ്, വാസഫറൻഷ്യ, എപ്പിഡൈഡമിസ്, വാസ് ഡിഫറൻസ്. ഇവിടെ റെറ്റിറ്റെസ്റ്റിസ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം. ഇതിൽ നിന്ന് നേരെ പോകുന്നതാണ് വാസഫറൻഷ്യ എന്ന് പറയുന്നത്, വിച്ച് ട്രാൻസ്പോർട്ട് ഇറ്റ് ഇൻ ടു എപ്പിഡൈഡമിസ്. എപ്പിഡൈഡമിസ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സർഫസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എവിടെ? ടെസ്റ്റിസിന്റെ എവിടെയാണ് കാണുന്നത്? ടു ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ടെസ്റ്റിസിലാണ് നമ്മൾ ഏതിനെ കാണാ? എപ്പിഡൈഡമിസ് കാണാ. ഇവിടെയാണ് സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇജാക്കുലേഷൻ വരെയും സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? എപ്പിഡൈഡമിസിലാണ്. അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേടാ. ഇനി അത് കഴിയുമ്പോൾ നേരെ നമ്മൾ വാസ് ഡിഫറൻസിലേക്ക് വരുന്നു. എപ്പിഡൈഡമിസ് നേരെ വാസ് ഡിഫറൻസിലേക്ക് പോകുന്നു. അത് ദേ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? സെമിനൽ വെസിക്കിളിലേക്കാണ്. ആൻഡ് ഫൈനലി ഇറ്റ് ഫോംസ് ദി ഇജാക്കുലേറ്ററി ഡക്ട്. ഇജാക്കുലേറ്ററി ഡക്ട് നേരെ ഈ സ്പേമിനെ യൂറിത്രയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ യൂറിത്ര ഒറിജിനേറ്റ് ചെയ്യുന്ന യൂറിനറി ബ്ലാഡർ എന്നാണ്. അതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ അതിന് ചുറ്റുമാണ് പ്രോസ്ട്രേറ്റ് ഉള്ളത്, കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഉള്ളത്. പെനിസിനകത്തൂടെ പോയി യുറീത്രൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ഫൈനലി ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഓർഡർ ആണ് ഇവിടെ ചോദിക്കുക. നൗ മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് നമ്മൾ പറഞ്ഞു. സെമിനൽ വെസിക്കിൾ ഉണ്ട്, ഒരു പെയർ. പ്രോസ്ട്രേറ്റ് ഉണ്ട്, അൺപെയർഡ് ആണ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്, പെയർ ആയിട്ടാണ് നമ്മൾ കാണാം. ദെൻ സെമിനൽ പ്ലാസ്മ വിച്ച് ഇസ് എ സെക്രീഷൻ ഓഫ് ഓൾ ദീസ് ഗ്ലാൻഡ്സ്. എല്ലാ ഗ്ലാൻഡ്സിന്റെയും സെക്രീഷൻ ചേരുന്നതാണ് സെമിനൽ പ്ലാസ്മ. അതാണ് സ്പേമിന് ശരിക്കും എന്ത് ചെയ്യുക? ഇജാക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ അതിനെ സെമനാക്കി മാറ്റാം. നമുക്കറിയാം നമ്മൾ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നതിനെ സെമൻ എന്നാണ് നമ്മൾ വിളിക്കുക. സെമനിൽ എന്തൊക്കെയുണ്ട്? സെമിനൽ പ്ലാസ്മയുണ്ട് വിച്ച് ഇസ് ദ സെക്രീഷൻസ് ആൻഡ് യു ഹാവ് ദി സ്പേം. ഓക്കെ. ആൻഡ് മെയിൽ എക്സ്റ്റേണൽ ജനീഷ്യ നമ്മൾ പറഞ്ഞു. പെനിസ് ആണ് മേജർ സ്ട്രക്ചർ. അതിന്റെ ടിപ്പിനെ ഗ്ലാൻഡ്സ് പെനിസ് എന്ന് വിളിക്കും, വിച്ച് ഇസ് കവേർഡ് ബൈ ഫോർസ്കിൻ, അതർവൈസ് കോൾഡ് എസ് പെർപ്യൂസ്. സോ now we are moving to female reproductive structure. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എല്ലാവർക്കും സെറ്റ് അല്ലേ? NCERT എല്ലാം മാർക്ക് ചെയ്തില്ലേ? അപ്പൊ സെറ്റ് ആണെങ്കിൽ ഒന്ന് വേഗം തംസപ്പ് ഇട്ടേ. നമുക്ക് നേരെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ആദ്യം നമ്മളൊന്ന് വരയ്ക്കും. now moving to female reproductive structure. ഓക്കെ. നല്ല അടിപൊളി ആക്റ്റീവ് മക്കളാണ്. നല്ല സെറ്റായി തന്നെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. യെസ്.
അപ്പൊ നമ്മൾ പോകുന്നു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പോലെ ആദ്യം പറയുക ഓവറിയെ കുറിച്ചാണ്. 2 to 4 സെന്റിമീറ്റർ ലെങ്സ് ഉള്ള ഒരു ഓവറി ഉണ്ട്. ഹൗ ഇസ് ഓവറി അറ്റാച്ച്ഡ് ഇൻ അവർ ബോഡി? എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഓവറി ഇരിക്കുക? അപ്പോൾ ഓവറിയാണ് നമുക്കറിയാം. ഓവറിക്ക് ഒരു ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, ഇന്നർ മെഡുല്ല ഉണ്ട്. ഈ കോർട്ടെക്സിലാണ് ഫോളിക്കുലാർ ചേഞ്ചസ് ഒക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെ ഈ ഒരു ഓവറിയിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഓവിഡക്റ്റ് ആണ്. ഓക്കെ, ഓവിഡക്റ്റ് അതർവൈസ് കോൾഡ് ആസ് ഫെലോപ്പിയൻ ട്യൂബ്. ഓവിഡക്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ കാണാം യൂട്രസ് ആണ്. ഒരു പിയർ ഷേപ്ഡ് യൂട്രസ് ഉണ്ട് നമുക്ക്. അതിൻ്റെ ഫണ്ടസ് എന്ന് പറയുന്ന മേജർ ഇംപ്ലാന്റേഷൻ നടക്കുന്ന റീജിയൻ ഈ ഭാഗമാണ്. ആൻഡ് ദിസ് ഈസ് യൂട്രൈൻ ക്യാവിറ്റി. ആൻഡ് ഫൈനലി യൂട്രസിൽ നിന്ന് ഒരു നാരോ സെർവിക്സിലേക്ക് എത്തും. സെർവിക്സിൽ നിന്നും കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള വജൈനയിലേക്ക് എത്തുന്നു. ഈ ഓവറീനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി സസ്പെൻഡ് ചെയ്താണ് കിടക്കുക അല്ലെ. ലിഗമെന്റ്സിന്റെ സഹായത്തോടു കൂടി ഇത് സസ്പെൻഡഡ് ആണ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വാൾ ഓഫ് യുവർ യൂട്രസ് ആസ് വെൽ ആസ് പെൽവിക് ഗർഡിൽ. നമ്മുടെ പെൽവിക് ഗർഡിലും യൂട്രസിലേക്കും അറ്റാച്ച് ചെയ്ത് ഓവർ ഇങ്ങനെ ഒരു ഊഞ്ഞാലി കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഈ ഓവറി എന്ന് പറയുന്നതും എഗെയിൻ നമ്മുടെ പെരിറ്റോണിയം വെച്ചിട്ട് തിക്കായിട്ടുള്ള ഒരു പെരിറ്റോണിയം വെച്ചിട്ട് കവേർഡ് ആണ്. ഈ ഓവറി എന്നുള്ള ഓവം നേരെ സക്ക് ചെയ്തെടുക്കുന്നത് ഓവിഡക്റ്റിലേക്കാണ്. ഓവിഡക്റ്റിന് നമുക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്ക് പറയാം ഇൻഫെന്റിബുലം, യു ഹാവ് ആംപുല, യു ഹാവ് ഇസ്തമസ് അല്ലെ. ഇൻഫെന്റിബുലം ഉണ്ട്, ആംപുല ഉണ്ട്, ഇസ്തമസ് ഉണ്ട്. ഇൻഫെന്റിബുലം എന്ന് പറയുന്ന റീജിയനിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ ഫിംബ്രിയെ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ആംബുല ദ വൈഡസ്റ്റ് പാർട്ട്, അവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. ആൻഡ് ഇസ്തമസ് ആണ് നാരോ പാർട്ട്. നേരെ അവിടെ നിന്ന് നമ്മൾ എങ്ങേക്ക് പോകും? യുവർ യൂട്രസിലേക്ക് പോകും. മെയിൽ അക്സസറി ഡക്സ് ഗ്ലാൻസ് പറഞ്ഞല്ലോടാ, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ബൾബോ യൂറീത്രൽ പറഞ്ഞായിരുന്നു കേട്ടോ നാമേർ. ആൻഡ് നേരെ നമ്മൾ എങ്ങോട്ട് പോയി? യൂട്രസിലേക്ക് പോയി. യൂട്രസിൽ തന്നെ ഈ ബേബീനെ ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഫണ്ടസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ യൂട്രസിന് 3 ലൈനിങ്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലൈനിങ്ങിനെ പെരിമെട്രിയം എന്നും, മിഡിൽ പാർട്ടിനെ മയോമെട്രിയം എന്നും, ഇന്നർ പാർട്ടിനെ എൻഡോമെട്രിയം എന്നും പറയും. അപ്പൊ എന്റെ മക്കൾക്ക് ഇതാ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പാർട്ട് ഓഫ് ദ യൂട്രസ് അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ സൈക്ലിക് ചേഞ്ചസ് നടക്കുന്ന യൂട്രസിന്റെ ഭാഗം ഏതാണ്? അപ്പൊ 3 ഭാഗം അല്ലെ. ഔട്ടർ പെരിമെട്രിയം ഉണ്ട്, മിഡിൽ മയോമെട്രിയം വിച്ച് ഇസ് മെയ്ഡ് ഓഫ് സ്മൂത്ത് മസിൽസ്. ഇതിലാണ് ഓക്സിറ്റോക്സിൻ ആക്ട് ചെയ്തിട്ട് കോൺട്രാക്ട് ചെയ്ത് പാർച്ചുറിഷൻ നടക്കുക. എൻഡോമെട്രിയം ആണ് സൈക്ലിക് ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുക. ആൻഡ് ഫൈനലി ഇത് കഴിഞ്ഞേച്ച് നമ്മൾ കാണുന്ന നാരോസ്റ്റ് പാർട്ടാണ് സെർവിക്സ്. ആൻഡ് ദെൻ ഗോ ടു ദ എക്സ്റ്റേണൽ ജനീഷ്യ വജൈന. സെർവിക്സും വജൈനയും ടുഗദർ ആണ് നമ്മൾ ബേർത്ത് കനാൽ എന്ന് വിളിക്കുക. വെരി ഗുഡ്. അപ്പൊ പാർട്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്സസറി ഗ്ലാൻഡ് ആണ്. അപ്പൊ ആക്സസറി ഡക്റ്റ് കഴിഞ്ഞു, ഗ്ലാൻഡിലേക്ക് പോവാം. നമുക്കുള്ള മേജർ ആക്സസറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡ് ആണ് അല്ലെ. ഫീമെയിൽസിന്റെ മാമറി ഗ്ലാൻഡ്. അപ്പൊ മാമറി ഗ്ലാൻഡ് എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? അതെങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ജസ്റ്റ് ഫാറ്റും അതുപോലെ തന്നെ മാമറി ലൊബ്യൂൾസ് മാത്രമേ മാമറി ഗ്ലാൻഡിൽ ഉള്ളൂ. എന്ത് മാത്രമേ ഉള്ളൂ? ഫാറ്റ് ഉണ്ട്, മാമറി ലൊബ്യൂൾസ് ഉണ്ട്. ലൊബ്യൂൾസിന്റെ എണ്ണം എത്രയാ? എല്ലാരും ഒന്ന് ചാറ്റ് ബോക്സിൽ എത്ര എണ്ണാണ് ആവറേജ് ഒരു മാമറി ഗ്ലാൻഡിൽ നമ്മൾ കാണാം? എത്ര ലൊബ്യൂൾസ് ആണ് കാണാം? ഈ മാമറി ലൊബ്യൂൾസിൽ നിന്ന് നേരെ പല ഡക്റ്റുകൾ വന്ന് ഫൈനലി എന്ത് ചെയ്യും? അത് ജോയിൻ ചെയ്ത് അത് നിപ്പിളിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഡക്റ്റുകളുടെ ഓർഡർ സ്ഥിരമായി നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്ന മേജർ ഓർഡർ ആണ് ഡക്റ്റിന്റെ ഓർഡർ. 2 ഡു ആം ല. 2 എന്ന് പറഞ്ഞാൽ മാമറി ട്യൂബ്യൂൾസ്, അതിൽ നിന്ന് മാമറി ഡക്റ്റിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ആംബുലയിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ലാക്റ്റിഫറസ് ഡക്ട്. വെരി ഗുഡ് മക്കളെ, വി ഹാവ് 15 to 20 മാമറി ലൊബ്യൂൾസ്. ആൻഡ് ഈ മാമറി ലൊബ്യൂൾസ് നേരെ മാമറി ട്യൂബ്യൂൾസിലേക്ക് പോകും, മാമറി ഡക്റ്റിലേക്ക് പോകും, ആംബുലയിലേക്ക് പോകും, ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് പോകും, വിച്ച് ഓപ്പൺസ് ഇൻ ദി നിപ്പിൾ. ഇനി
Mammary gland ആണ് നമ്മുടെ accessory gland. And finally we go to external genesia. External genesiaക്ക് ആദ്യം നമ്മുടെ ഫീമെയിൽസിന്റെ 3 മേജർ ഓപ്പണിങ്സ് വരയ്ക്കും. The middle opening is vagina. Okay, reproductive opening. പിന്നെ നമ്മൾ കാണാം anal opening കാണാൻ പറ്റും നമുക്കിവിടെ. And above ആയിട്ട് urethral opening കാണാം. ഇനി ശ്രദ്ധിക്കണം, ആദ്യം തന്നെ ഈ വജൈനയുടെ ഒരു പാർഷ്യൽ കവറിംഗ് ഉണ്ടാവും, വിച്ച് ഇസ് കോൾഡ് എസ് ഹൈമൻ. ആൻഡ് ഹൈമൻ ഇസ് നോട്ട് എൻ ഇൻഡിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് നോട്ട് എൻ ഇൻഡിക്കേഷൻ ഓഫ് സെക്ഷുവൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുക. കാരണം ഇറ്റ് ക്യാൻ ഈവൻ ബ്രേക്ക് ഓർ ടിയർ ഈവൻ ബിഫോർ എ സെക്ഷൽ ഇന്റർകോഴ്സ് ഡ്യൂ ടു എക്സസീവ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അങ്ങനെ ഈ വജൈനയുടെയും യൂറിത്രേനെയും കവർ ചെയ്തുകൊണ്ട് നമുക്ക് ലിപ്സ് അല്ലെങ്കിൽ ഫോൾഡുകൾ വരികയാണ്. ഫസ്റ്റ് ഫോൾഡിനെ ലേബിയ മൈനോറ എന്ന് പറയും. അതിന്റെ ഔട്ട്സൈഡ് വരുന്ന രണ്ടാമത്തെ ഫോൾഡ് ആണ് ലേബിയ മേജോറ. ലേബിയ മൈനോറ ഇൻസൈഡ്, ലേബിയ മേജോറ അതിന്റെ ബാക്കിലായിട്ട് കാണുന്ന ലിപ് ലൈക്ക് ഫോൾഡ് ആണ്. ഇവിടെ ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ട് നമുക്കൊരു ട്രയാങ്കുലർ സ്മോൾ പ്രൊജക്ഷൻ കാണാം, വിച്ച് ഇസ് കോൾഡ് ആസ് ക്ലൈറ്റോറിസ്. ശരിക്കും പറഞ്ഞാൽ യൂറിത്രൽ ഓപ്പണിങ്ങിന്റെ മേളിലായി അപ്പർ ജംഗ്ഷൻ ഓഫ് ലേബിയ മൈനോറയുടെ അവിടെ ആയിട്ട് ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന സെൻസെക്ഷൽ ഏരിയ ഓഫ് ഫീമെയിൽ ഉണ്ട്. ആൻഡ് ഓൾ ദിസ് പാർട്ട് ഔട്ട്സൈഡ് നമുക്ക് ഹെയറും ഗ്ലാൻഡും ഒക്കെ ഉള്ള മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന ഒരു റീജിയനും കാണാം. സോ ദീസ് ആർ ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് യുവർ ഫീമെയിൽ എക്സ്റ്റേണൽ ജനീഷ്യ. വജൈന, ഹൈമൻ, ലേബിയ മൈനോറ, ലേബിയ മേജോറ, then you have clitoris and you have mons pubis. പടം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒക്കെ ലൊക്കേഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആവും. സെന്റൻസ് ആയി വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. സോ ദാറ്റ് കംപ്ലീറ്റ്സ് യുവർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാൻ പോവുകയാണ് ഫങ്ഷൻസ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓവുലേഷൻ, പ്രഗ്നൻസി, ചൈൽഡ് കെയർ, ഫെർട്ടിലൈസേഷൻ, ചൈൽഡ് ബെയർ എല്ലാം നടക്കുന്ന ഫീമെയിൽ ബോഡിയിലാണ്. ഇതിൽ നമ്മൾ കാണാം പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിച്ച് ഇസ് ഓവറി, accessory ducts that is oviduct, uterus, cervix to vagina, external genesia, mons pubis, labial majora, labia minora, then you have vagina and hymen, and finally mammary gland, a pair of it. നമുക്ക് നോക്കാം ആദ്യം എന്താ ഈ ഡയഗ്രത്തിന്റെ ലേബലിംഗ്. അപ്പൊ മക്കളെല്ലാവരും പഠിക്കുമ്പോൾ ഇപ്പോൾ റിവിഷൻ ചെയ്യാൻ നേരത്ത് ഇത് ഒരു പ്രാവശ്യം വരച്ചൊന്ന് ലേബൽ ചെയ്യുക. വിനോ ഓവറി ഉണ്ട്, യു ഹാവ് ഫിംപ്രിയെ, infantibulum, ampulla, isthmus, fundus, uterine cavity, perimetrium, myometrium, endometrium, cervix, you have vagina. Set ആണ് അല്ലേ? Lactiferous duct opens into the nipple area. ഏരിയോള കഴിഞ്ഞിട്ട് നിപ്പിൾ എന്ന് പറയുന്ന പ്രൊജക്ഷനിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ലാക്ടിഫറസ് ഡക്ട്. ഓക്കെ, ദെൻ ഓവറി. ഓവറി എന്ന് പറയുന്ന പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. 2 to 4 സെന്റിമീറ്റർ. ദാ ലെങ്ത് ഇവിടെയും ചോദിക്കും. ആൽമണ്ട് ഷേപ്ഡ് ആണ്. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് കണക്റ്റഡ് ടു ദി പെൽവിക് വാൾ ആൻഡ് യൂട്രസ് ബൈ ലിഗമെന്റ്സ്. ഓക്കെ, ദെൻ തിൻ ലെയർ ഓഫ് എപ്പിത്തീലിയം എൻവലപ്സ് ദ ഓവറീസ്. അതിന് ഓവേറിയൻ സ്ട്രോമ എന്ന് പറയും. ഔട്ടർ നമ്മൾ കാണും പെരിഫറൽ കോർട്ടെക്സ്, ഇന്നർ നമ്മൾ മെഡുല്ല കാണും. സെറ്റ് അല്ലേ? പറഞ്ഞു തരാം ശ്രീലക്ഷ്മി. ദെൻ ഫീമെയിൽ ആക്സസറി ഡക്സ്, അതിൽ ഓവിഡക്ട്, യൂട്രസ്, വജൈന ഇത്രയുമാണ് ആക്സസറി ഡക്സിൽ വരിക. ഓവിഡക്ട് 10 to 12 സെന്റിമീറ്റർ ലെങ്ത് ആണുള്ളത്. ഫസ്റ്റ് ഫണൽ ഷേപ്ഡ് ഇൻഫെന്റിബുലം വിത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ. ആംബുല ദ വൈഡസ്റ്റ് പാർട്ട് ആൻഡ് ദെൻ ദ നാരോവസ്റ്റ് പാർട്ട് വിച്ച് ഇസ് ഇസ്തമസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നേരെ വൂംബ് അല്ലെങ്കിൽ യൂട്രസിലേക്കാണ് നമ്മൾ എത്തുക. യൂട്രസിന് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് ആണുള്ളത്. ലിഗമെന്റ്സ് ആണ് അതിനെ പെൽവിക് വാളിലേക്ക് അറ്റാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ യു ഹാവ് സെർവിക്സ്. അതെന്ന് പറയുന്ന നാരോ പാത്വേ ആണ്. സെർവിക്സ് നേരെ വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യും. സെർവിക്സ് വജൈന ടുഗദർ ഈസ് കോൾഡ് ആസ് ബർത്ത് കനാൽ. ഇനി യൂട്രൈൻ വാളിനെ കുറിച്ച് പറയുമ്പോൾ 3 ലെയർ. ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം വിത്ത് സ്മൂത്ത് മസിൽ ആൻഡ് ഇന്നർ എൻഡോമെട്രിയം, ദാറ്റ് ഈസ് ദ സൈക്ലിക് ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്ന പാർട്ട്. ദെൻ യു ഹാവ് വജൈന. ഇപ്പോൾ വജൈനയുടെ കാര്യം സെർവിക്സ് പ്ലസ് വജൈനയാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് മസ്കുലർ ട്യൂബാണ്. ആൻഡ് ഫീമെയിൽ എക്സ്റ്റേണൽ ജനീഷ്യ നോക്കുമ്പോൾ യു ഹാവ് മോൺസ് പ്യൂബിസ്, യു ഹാവ് ലേബിയ മേജോറ, മൈനോറ, ക്ലൈറ്റോറിസ് ആൻഡ് ഹൈമൻ. ഓക്കെ,
ഇവിടെ നമുക്കറിയാം മോൺസ് പ്യൂബിസ് ആണ് കുഷൻ ഫാറ്റി ടിഷ്യൂ, അവിടെയാണ് പ്യൂബിക് ഹെയർ ഉണ്ടാവുക. മേജോറ ഫ്രഷ്ലി ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ്. മോൺസ് പ്യൂബിസ് കഴിഞ്ഞിട്ട് വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്ത് വരുന്നു. മൈനോറ എ പെയർ ഓഫ് ഫോൾഡ് ഓഫ് ടിഷ്യൂ അണ്ടർ ലേബിയ മേജോറയുടെ അകത്തുള്ള ലെയർ ആണ്. ക്ലൈറ്റോറിസ് ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പർ ജംഗ്ഷൻ ഓഫ് ലേബിയ മൈനോറ എബോവ് ദ യൂറിത്രൽ ഓപ്പണിംഗ്. അപ്പോൾ ഇതൊക്കെ പടത്തിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഹൈമൻ എ പാർഷ്യൽ മെംബ്രെയിൻ കവറിംഗ് ദി വജൈന. And then going to mammary gland, നമ്മൾ പറഞ്ഞു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റും ഉണ്ടാവും. അതിനകത്ത് നമുക്ക് 15 to 20 mammary lobules കാണാം. Then you have mammary duct. Then it forms, initially you have mammary tubule. Then you have duct. Then you have ampulla. Then you have lactiferous duct. Okay. So alveolus, tubule, duct, ampulla, lactiferous duct. Okay alle? And finally that completes the female reproductive tract. അപ്പോൾ മക്കളെ മെമ്മറി ബുക്കിലേക്ക് എന്താണ് എഴുതുന്നല്ലേ? അപ്പോൾ ശ്രീലക്ഷ്മി ഇതാ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വരെ നിങ്ങൾക്ക് സെറ്റായോ മക്കളെ? ഇതുവരെ ഓക്കെ ആയെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെമ്മറി ബുക്ക് എടുക്കുക. ഇങ്ങനെയാണ് എഴുതാനുള്ളത്. സോ യു ഹാവ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ. ഇതുവരെയുള്ളതൊന്ന് സെറ്റായോ എന്നറിയാൻ വേണ്ടി വേഗം നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോസസ് ഇൻ ഓർഡർ. അത് കഴിഞ്ഞേച്ച് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം ടെസ്റ്റിസിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ആക്സസറി ഡക്സിന്റെ ഓർഡർ പഠിച്ചു. പിന്നെ ആക്സസറി ഗ്ലാൻഡ്സ് പഠിച്ചു. ആൻഡ് എക്സ്റ്റേണൽ ജെനീഷ്യയെ കുറിച്ച് പഠിച്ചു, വിച്ച് ഇസ് യുവർ പെനിസ്. അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? യെസ്, എഗെയിൻ നമ്മൾ ഓവറി വിച്ച് ഇസ് എ പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, അതിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ നമ്മുടെ ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന, ഇതാണ് നമ്മളുടെ ആക്സസറി ഡക്സ്. പിന്നെ ആക്സസറി ഗ്ലാൻഡ് ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ്. ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ ജെനീഷ്യൻ. ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ മതി. ഇപ്പം മെമ്മറി ബുക്കിൽ ആദ്യത്തെ ഇനിഷ്യലി നമ്മൾ ഇത്രയും പാർട്ടാണ് പഠിച്ചത്. അപ്പം ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും, ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആണ്. അപ്പം ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ശ്രീലക്ഷ്മി ഇൻ ബിറ്റ്വീൻ മെമ്മറി ബുക്കിൽ എഴുതുക കേട്ടോ. ഇങ്ങനെ ഹെഡിങ്സ് മാത്രം എഴുതി വെക്കുക. സോ ദാറ്റ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ആദ്യം നിങ്ങൾ ഈ എഴുതി വെച്ച പാർട്ട് ഹെഡിങ് മാത്രം ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ട് മാത്രം നമ്മൾ പോയി എന്ത് ചെയ്താൽ മതി? NCERTയിൽ നല്ലപോലെ റീഡ് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? അപ്പോൾ ദാ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്, വിച്ച് ഇസ് ഗാമറ്റോജനസിസ്. അപ്പോൾ എഗെയിൻ നമ്മൾ വരച്ചാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഗാമറ്റോജനസിസ്. ഗാമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഗാമേറ്റ് ഫോർമേഷൻ. മെയിൽസിന്റെ ഗാമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജനസിസ് എന്ന് പറയുക. ഫീമെയിലിലെ പ്രോസസ്സിനെ ഊജെനസിസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ദാ സ്പെർമാറ്റോജനസിസ് എന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങൾ ഉത്തരം പറയുക ചാറ്റ് ബോക്സിൽ. സ്പെർമാറ്റോജനസിസ് ഏത് ഏജിലാണ് ഒരു മെയിലിന് സ്റ്റാർട്ട് ചെയ്യുക? ആൻഡ് വാട്ട് ആർ ദ ഹോർമോണൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ഇറ്റ്? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം പ്യൂബേർട്ടിയുടെ സമയത്താണ് സ്പെർമാറ്റോജനസിസ് മെയിൽസിന് നടക്കുക. കാരണം ആ സമയത്ത് ഒരു ഹോർമോണൽ ചേഞ്ച് അവരുടെ ബോഡിയിൽ ഉണ്ടാവും. GnRH എന്ന് പറയുന്ന GnRH എന്ന് പറയുന്ന ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്നും നേരെ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഇത് രണ്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ആരൊക്കെയാത്? FSHും LHും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ
നമ്മൾ നേരത്തെ പഠിച്ച എസ് എന്ന് പറയുന്ന സെർട്ടോളി സെല്ലിൽ ആക്ട് ചെയ്യും, സ്പെമാറ്റോജെനിസിസിനെ സഹായിക്കും. ആൻഡ് LH ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും, വിച്ച് ഓൾസോ ഫൈനലി ഹെൽപ്സ് ഇൻ സ്പെമാറ്റോജെനിസിസ്. സെറ്റാണ്. സോ ദിസ് ഈസ് ദ ഹോർമോണൽ റെഗുലേഷൻ. അങ്ങനെ ഈ ഹോർമോൺസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തുണ്ടായിരുന്ന സ്പെമാറ്റോഗോണിയ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ജേം സെൽ, ഒരു നോർമൽ സെല്ലാണ്, 46 ക്രോമസോം ഉള്ള ഒരു സാധാ സെല്ല് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാദ്യം അണ്ടർഗോ ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് അണ്ടർഗോ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് സെൽസ് പറയില്ല. കുറേ സെൽസ് മാത്രം ഇരുന്ന് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് അവർ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആകും. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 എന്ന് പറയുന്ന സെൽ ഡിവിഷനിലൂടെ അണ്ടർഗോ ചെയ്യുമ്പോൾ ഇത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യും. എത്ര എണ്ണം ഉണ്ടാവും? 2 സെൽസ് ഉണ്ടാവും. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതെന്താവും? അത് സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സെൽസായി മാറും. ആൻഡ് ദിസ് സ്പെർമാറ്റിഡ് ഡിഫറൻസിയേഷൻ, ഇനി സെൽ ഡിവിഷൻ അല്ല, അവരുടെ ഷേപ്പ് മാറുക, ഡിഫറൻസിയേഷൻ വഴി അവരെന്തായി മാറും? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർമായി മാറും. ഓക്കെ അല്ലേ? Okay. They can help in both spermiogenesis and spermatogenesis. Okay? Okay, Magus? It can help in spermiogenesis and spermatogenesis, and this helps in spermatogenesis. ഓക്കെ അല്ലേ? അപ്പൊ ദാ നോക്കിക്കോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷൻ വഴി എന്തായി മാറി? സ്പെമാറ്റോസോവയായി. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പെമാറ്റോഗോണിയ, പ്രൈമറി സ്പെമാറ്റോസൈറ്റ്, മിയോസിസ് 1 കഴിഞ്ഞു, സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ്, മിയോസിസ് 2 കഴിയുന്നു, സ്പെമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് വരുന്നത്, എല്ലാവരും പെട്ടെന്ന് ചാറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. വാട്ട് ഈസ് ദ ക്രോമസോം നമ്പർ ഫ്രം പ്രൈമറി സ്പെമാറ്റോസൈറ്റ്? പ്രൈമറി സ്പെമാറ്റോസൈറ്റ് എന്നുള്ള ക്രോമസോം നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതുക. പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ക്രോമസോം നമ്പർ, യെസ്, മൈറ്റോസിസ് ആയിരുന്നു 46. ഹിയർ ഇറ്റ് ഇസ്, യെസ്, മിയോസിസ് കഴിഞ്ഞു 23, ആൻഡ് മിയോസിസ് 2 കഴിയുമ്പോൾ 23 തന്നെയാണ്, ആൻഡ് സ്പെമാറ്റോസോവ ഓൾസോ 23. ഓക്കെ അല്ലേടാ? ഹായ് മാളവിക, എൻ്റെ പേര് ആതിര, ഇസഡേസ് എന്നാണ് എൻ്റെ കോഡ് കേട്ടോ. ഓക്കെ, സോ യു ഹാവ് പ്രൈമറി സ്പെമാറ്റോസൈറ്റ് 46, യു ഹാവ് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് 23, യു ഹാവ് യുവർ സ്പെമാറ്റിഡ്സ് 23, സ്പെമാറ്റോസോവ 23. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. അടുത്ത പോയിന്റ് എന്താണെന്നറിയാവോ? DNA നമ്പർ. ഒരു ട്വിസ്റ്റാണ് അത്. നിങ്ങൾ സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ ചാപ്റ്ററിലാണ് പഠിക്കുക. ഇവിടെ 46 തന്നെയാണ് DNA, ഇവിടെയും 46 ആണ്. എന്നാൽ മിയോസിസ് 1 കഴിയുമ്പോഴും DNA, യെസ്, DNA എന്ന് പറഞ്ഞാൽ ഡബിൾ ദ നമ്പർ. 46 എന്ന് നമുക്ക് എഴുതില്ല, അപ്പോൾ ആക്ച്വലി DNA എഴുതുമ്പോൾ ലൈക്ക് 2 DNA. എന്നാൽ മിയോസിസ് 2 കഴിയുമ്പോഴാണ് DNA സിംഗിൾ DNA ആവുന്നത്. മനസ്സിലായോ? അപ്പൊ DNA കണ്ടന്റ് എപ്പോഴാണ് ഹാഫ് ആവുന്നത്? മിയോസിസ് 2 കഴിയുമ്പോഴാണ് DNA കണ്ടന്റ് ഹാഫ് ആവുക. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത് മിയോസിസ് 1 കഴിയുമ്പോഴാണ്. ഈ കൺസെപ്റ്റ് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും. ഇനി നമ്മൾ ഇതാ 3 വേർഡ്സിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ചോദിക്കുന്ന സ്ഥിരമായുള്ള വേർഡ് Spermatogenesis, Spermiogenesis and Spermiation. നമ്മൾ ലാസ്റ്റ് പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
സ്ഥിരം ചോദിക്കുന്നതാ. എൻ്റെ മക്കളൊന്ന് വേഗം പറഞ്ഞേ. വാട്ട് ഈസ് സ്പെർമാറ്റോജെനസിസ്, വാട്ട് ഈസ് സ്പെർമിയോജെനസിസ്, വാട്ട് ഈസ് സ്പെർമിയേഷൻ? സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് സ്പെർമാറ്റോഗോണിയ is turned into a sperm. സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ വഴി സ്പെർമാറ്റിഡ് ബൈ ഡിഫറൻസിയേഷൻ ടേൺസ് ഇൻ ടു സ്പെർം അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ. ആൻഡ് സ്പെർമിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് നമ്മളുടെ വാൾസിലിരിക്കുന്ന വാളിലായിട്ടാണ് ഇനിഷ്യലി എന്ത് ചെയ്യുക, നമ്മളുടെ സെർട്ടോളി സെല്ലിലായിട്ടായിരിക്കും നമ്മളുടെ സ്പെർമാറ്റോസോവേനെ കാണുക. ഇത് ലൂമനിലേക്ക് പുഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പെർമിയേഷൻ എന്ന് പറയുക. ദ പ്രോസസ് ബൈ വിച്ച് ഫ്രം ദ വാൾ ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾ ദ സ്പെർമാറ്റോസോവ ഇസ് പുഷ്ഡ് ഇൻ ടു ദി ലൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെർമിയേഷൻ എന്ന് പറയുക. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വാക്കുകൾ തെറ്റിപ്പോരുത്. ആൻഡ് ദെൻ യു ഗെറ്റ് ദി നമ്പർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്പെർമാറ്റോജെനസിസ് നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഐ എം ഗിവിംഗ് ദ നമ്പർ ഓഫ്, യു ഹാവ് 400 സ്പെർമാറ്റിഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്പെർമാറ്റോസോവ? What is the number of secondary spermatocyte? What is the number of primary spermatocyte? വേഗം പറഞ്ഞേടാ മക്കളെ, വേഗം പറഞ്ഞോ. നമുക്ക് 400 സ്പെർമാറ്റിഡുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പെർമാറ്റോസോവയുടെ നമ്പർ എത്രയായിരിക്കും? സെയിം 400. കാരണം നമുക്കറിയാം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2 ടൈംസ് ആയിട്ടാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അത് 2 ടൈംസ് ആയാണ് യു ഗെറ്റ് സ്പെർമാറ്റിഡ്. ആൻഡ് ഇറ്റ് വിൽ ബി ദ സെയിം എന്നാണ്, സെയിം ആണ് നമുക്ക് എന്ത് വരിക, സ്പെർമാറ്റോസോവ. സോ ഇഫ് ഇറ്റ് വാസ് 1, ഫോർ എക്സാമ്പിൾ ഇവിടെ 1 ആയിരുന്നു സെല്ലെങ്കിൽ യു ഗെറ്റ് 2 ഹിയർ, യു ഗെറ്റ് 4 ഹിയർ and you get 4 here. So simply that means ഇവിടെ 400 ആണെങ്കിൽ this will be 200, this will be 100, this will be 400. Okay ലേടാ, 100, 200, 400, 400. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമ്പർ പോകുന്ന ഇത്രയേ ഉള്ളൂ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ എത്ര നമ്പർ വരുന്നു അതിന്റെ ഡബിൾ സെക്കൻഡറി, അതിന്റെ ഡബിൾ സ്പെർമാറ്റിഡ്സ്, അതേ സെയിം നമ്പർ സ്പെർമാറ്റോസോവ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ദ ഡിഫറെന്റ് പാർട്സ് ഇൻ സ്പെർമാറ്റോജെനസിസ്. അപ്പൊ നമുക്ക് സ്പെർമാറ്റോജെനസിസ് ചോദിക്കുന്ന ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഏരിയ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. എന്റെ മക്കൾ എല്ലാവരും നോക്കുക. സ്പെർമാറ്റോജെനസിസിൽ ആദ്യം നമുക്ക് ചോദിക്കാം ഹോർമോൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഈ പ്രോസസ് ബേസ്ഡ് ക്രോമസോം നമ്പർ, DNA നമ്പർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് ഫൈനലി ഈ 3 പ്രോസസ്സ് ചോദിക്കും. And we have to discuss also the structure of sperm. അപ്പോൾ നമുക്ക് നേരെ പോവാം. സ്പെർമാറ്റോഗോണിയ സിംഗിൾ സെൽസ് ആണ്. At the time of puberty എന്ത് ചെയ്യും? They will differentiate. മൈറ്റോസിസ് വഴി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നു. They will undergo meiosis 1, secondary spermatocyte ആവുന്നു. They undergo meiosis 2 and forms your spermatids. And these spermatids which will differentiate and forms into spermatozoa. What is spermiogenesis? The process by which spermatid is converted into spermatozoa. And what is spermiation? Process by which spermatozoa is released from the wall to the lumen of seminiferous tubule. Okay അല്ലേ? അല്ല, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ഡബിൾ ആണ് സ്പെർമാറ്റിഡ്സിന്റെ നമ്പർ വരാം. ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് 2 സ്പെർമാറ്റിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് മിയോസിസ് 2. മിയോസിസ് 2 ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? എപ്പോഴും ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആവും. സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇല്ലാത്തത്. ക്വസ്റ്റ്യൻ ചെയ്യും സന, ടുവേർഡ്സ് ദ എൻഡ് ആണ് കേട്ടോ ചെയ്യാം. ദെൻ we went to the hormonal regulation part. അപ്പോൾ നമുക്കറിയാം GnRH, anterior pituitary, FSH, LH. FSH act on the Sertoli cells. It helps in spermiogenesis. And LH, Leydig cells,
release androgen helps in spermatogenesis. Okay അല്ലേ? ഇനി സ്ട്രക്ചർ ഓഫ് സ്പേം. സ്ട്രക്ചർ ഓഫ് സ്പേം വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം സ്പേമിന് എന്തൊക്കെ പാർട്ടുണ്ട് മക്കളെ. ഒരു ഹെഡ് ഉണ്ട്, ഹെഡിൽ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതിനൊരു അക്രോസോമൽ ക്യാപ്പ് ഉണ്ട്. ഈ അക്രോസോമൽ ക്യാപ്പിനകത്ത് അക്രോസോം അല്ലെങ്കിൽ അക്രോസോയിൻ എന്ന് പറയുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണുള്ളത്. പിന്നെ നമ്മൾ കാണുക നെക്കാണ്. നെക്കിൽ പ്രോക്സിമൽ സെൻട്രിയോൾ ഉണ്ട്. ഈ സെൻട്രിയോൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ആക്സിയൽ ഫിലമെന്റ് റൺ ചെയ്യുന്നു. ദെൻ യു ഹാവ് മിഡിൽ പീസ്. ഇവിടെ നിറയെ മൈറ്റോകോൺട്രിയ ആണ്. ഈ മൈറ്റോകോൺട്രിയ ആണ് ഈ സ്പേമിന്റെ സ്വിമ്മിങ്ങിന് ആവശ്യമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഒരു ടെയിൽ പാർട്ട് ഉണ്ട് വിച്ച് ഹാവ് ഫ്ലജല്ലേറ്റഡ് മൂവ്മെന്റ്. ആ ഫ്ലജല്ലേറ്റഡ് മൂവ്മെന്റ് വഴിയാണ് ഇത് ട്രാവൽ ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ നിങ്ങൾക്കുള്ള ചോദ്യം അടുത്തത് ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ എത്ര സ്പേം ആണ് റിലീസ് ചെയ്യുക? ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ എത്ര സ്പേം ആണ് റിലീസ് ചെയ്യുക? വേഗം ഇട്ടോടാ, ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ എത്ര സ്പേം ആണ് റിലീസ് ചെയ്യുക? യെസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ അക്രോസോം. അതെങ്ങനെയാണ് ഫെർട്ടിലൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയും കേട്ടോ. ഒരു സിംഗിൾ ഇജാക്കുലേഷനിൽ നമ്മൾ മനസ്സിലാക്കണം, ദർ ഈസ് 200 to 300 million sperms. അല്ല, 200 to 300 million sperms. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതിൽ തന്നെ 60% ഓഫ് സ്പേം ഷുഡ് ഹാവ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. അതിൽ തന്നെ ആ 60%ന്റെ 40% ഷുഡ് ഹാവ് നോർമൽ വിഗറസ് മോട്ടിലിറ്റി. നല്ലപോലെ മോട്ടിലിറ്റി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദസ് ejaculate can actually fertilize a female. So 200 to 300 million sperms in a single ejaculate. ഒരൊറ്റ ഇജാക്കുലേഷനിൽ 200 to 300 million sperms ആണ്. അതിൽ തന്നെ നമുക്കറിയാം 60% ഷുഡ് ഹാവ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. അതിൽ തന്നെ 40% ഷുഡ് ഹാവ് നോർമൽ വിഗറസ് മോട്ടിലിറ്റി. ക്ലിയർ? ആൾ ക്ലിയർ? അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഏത് കഴിഞ്ഞു? നമ്മുടെ സ്പെമാറ്റോജെനസിസ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ദാ മെമ്മറി നോട്ടിൽ എഴുതുന്നവർ വേഗം ദാ സ്പെമാറ്റോജെനസിസിൽ എഴുതാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സ്പെമാറ്റോജെനസിസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഫസ്റ്റ് ഈസ് സ്റ്റെപ്സ്. അതിൽ ക്രോമസോം നമ്പർ, നമ്പർ ഓഫ് സെൽ, ഓൾസോ DNA എമൗണ്ട്. അടുത്തത് സ്പെമാറ്റോജെനസിസിന്റെ ഹോർമോണൽ റെഗുലേഷൻ. ആൻഡ് ഫൈനലി നമ്മൾ സ്പെമാറ്റോജെനസിസിൽ ഒരു ടേംസ് പഠിച്ചതാണ്, സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ. ആൻഡ് ഫൈനൽ പാർട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്പേം. അതിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷനും ആൻഡ് യെസ് എ സിംഗിൾ ഇജാക്കുലേറ്റ്, സ്പേം കൗണ്ട്. സെറ്റല്ലേ? അപ്പം നിങ്ങൾ വേഗം മെമ്മറി നോട്ടിലേക്ക് എന്ത് ചെയ്യും? ഇത്രയും സ്റ്റെപ്സ് ആണ് നിങ്ങളിപ്പോൾ പഠിച്ചതെന്ന് ഒന്ന് മാർക്ക് ചെയ്യും. വേഗം മാർക്ക് ചെയ്തേച്ചും ഓടിവായോ. ഇൻഹിബിൻ എന്ന് പറയുന്നത് സെർട്ടോളി സെൽസ് നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു സെർട്ടൻ ഹോർമോൺ ആണ്. ആക്ച്വലി ഈ ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി GnRH റിലീസിനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, യെസ് ഓഫ് കോഴ്സ് പ്രീനീറ്റ് ആപ്പിൽ കിട്ടും കേട്ടോ. Completed?
ഓക്കെ മക്കളെ, സെറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നു oogenesis. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് oogenesis നോക്കാം. oogenesis പഠിക്കാൻ സെയിം സ്പെർമാറ്റോജെനസിന്റെ അതേ സ്റ്റെപ്സ് ആണ്. അതാണ് നിങ്ങൾക്ക് ആദ്യമുള്ള ക്ലൂ പറയാം. സെയിം സ്റ്റെപ്സ് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് പറയാം നമ്മളുടെ ഓവറിയുടെ കോർട്ടെക്സിലായിട്ടുള്ള oogonia, അതർവൈസ് കോൾഡ് ആസ് ഫീമെയിൽ ജേം സെൽ. ശരിക്കും ഒരു കുട്ടി എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണ ഉള്ളതെന്ന് അറിയാവോ? 2 മില്യൺ oogonia ആണ് ഉള്ളത്. ഈ oogonia സെൽസ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുന്നു. എന്നിട്ട് അവര് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി oocyte ഫോം ചെയ്യുന്നു. പ്രൈമറി oocyte മിയോസിസ് 1 അണ്ടർഗോ ചെയ്യുന്നു. നമുക്ക് ഉണ്ടാവാനുള്ള സെക്കൻഡറി oocytes ആണ്. പക്ഷെ ഇവിടെ ഒരു ഫസ്റ്റ് പോളാർ ബോഡിയും അതുപോലെ തന്നെ സെക്കൻഡറി oocyte ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി oocyte ഒരു സെക്കൻഡറി oocyte ഉണ്ടാവുന്നുള്ളൂ. ഒരെണ്ണം ഒരു ഗുണവും ഇല്ലാത്ത ഫസ്റ്റ് പോളാർ ബോഡിയാണ്. എന്നിട്ട് എന്ത് പറ്റും? ഈ സെക്കൻഡറി oocyte മിയോസിസ് 2 അണ്ടർഗോ ചെയ്യും. അപ്പോഴും 2 സെൽസ് ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് സെക്കൻഡ് പോളാർ ബോഡിയും ഓവവുമാണ്. ഓവത്തിന് ഡിഫറൻസിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ സ്പെർമാറ്റോജെനസിസ് പഠിച്ച അതേ സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയേ. oogonia അല്ലെങ്കിൽ ഫീമെയിൽ ജേം സെൽസ് 2 മില്യൺ സെൽസ് ഉണ്ട്. മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുന്നു, പ്രൈമറി oocyte ആവുന്നു. അത് മിയോസിസ് 1 അണ്ടർഗോ ചെയ്യുന്നു, ഫസ്റ്റ് പോളാർ ബോഡി ആൻഡ് സെക്കൻഡറി oocyte ഉണ്ടാവുന്നു. അതെന്ത് ചെയ്യും? മിയോസിസ് 2 അണ്ടർഗോ ചെയ്യുന്നു, ഇറ്റ് ഫോംസ് ഓവം ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി. ഓക്കെ, അപ്പൊ ഇതെത്രയും ഉണ്ടാവുന്നു. അപ്പൊ ഇനിയാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. മക്കളെല്ലാവരും പെട്ടെന്ന് ക്രോമസോം നമ്പർ ഒന്ന് പറഞ്ഞേ. oogonia primary oocyte, secondary oocyte, first polar body, second polar body, ovum. ഇവരുടെ എല്ലാം ക്രോമസോം നമ്പർ നമുക്ക് വേണം. അയ്യോ, യെസ് മക്കളെ, oogonia 46 സെൽസ് ക്രോമസോം തന്നെയാണ്. പ്രൈമറി oocyte മൈറ്റോസിസ് കഴിഞ്ഞുകൊണ്ട് അവർക്കും 46 ക്രോമസോം നമ്പർ തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ മിയോസിസ് 1 കഴിയുമ്പോൾ എന്ത് പറ്റും? ക്രോമസോം നമ്പർ കുറയും അല്ലേ? ക്രോമസോം നമ്പർ എത്രയാവും? 23 ആയിട്ട് മാറും. ഫസ്റ്റ് പോളാർ ബോഡിയും 23 ക്രോമസോംസ് തന്നെയാണ്. ദെൻ സെക്കൻഡ് പോളാർ ബോഡി ഓവവും 23. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിതാ oogenesis പഠിച്ചു. ഇനിയാണ് oogenesisലെ ട്വിസ്റ്റ് പഠിക്കാം. അപ്പോൾ സ്പെർമാറ്റോജെനസിന്റെ അതേ ക്രോമസോം നമ്പർ, അതേ DNA കണ്ടന്റും ആണ്. DNA കണ്ടന്റ് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇവിടെ 2N ആണ് DNA കണ്ടന്റ്, ഇവിടെ 2N ആണ് DNA കണ്ടന്റ്. ഇവിടെ എത്തുമ്പോഴേക്കും അത് 2N തന്നെയാണ് DNA കണ്ടന്റ്. പക്ഷേ N ആയി മാറും ഓവത്തിലും സെക്കൻഡ് പോളാർ ബോഡിയിലും. വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലാണ് DNA കണ്ടന്റ് ഹാഫ് ആവുക. സോ ദിസ് ഇസ് നോട്ട് ക്രോമസോം നമ്പർ 2N എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന DNA കണ്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ സംശയം ചോദിക്കരുത്, മിസ് അത് തെറ്റെഴുതിയെന്നൊന്നും പറയരുത്. ഇത് DNA കണ്ടന്റ് ആണ്. ഇനി നിങ്ങൾക്കുള്ള അടിപൊളി ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്പർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോ. ഞാൻ പറയാണ്, there is 400 primary oocyte. അങ്ങനെയാണെങ്കിൽ what is the number of secondary oocyte, number of first polar body, number of ovum, number of second polar body. സെറ്റ് ആക്കിക്കോ. നമുക്ക് 400 പ്രൈമറി oocyte ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യെസ് അമ്പിളിക്കുട്ടി 800 ആണോ? ഒന്ന് ചെക്ക് ചെയ്തേടാ. ഇവിടെ ഡബിൾ നമ്പർ ആവുന്നുണ്ടോ? പ്രൈമറി oocyte നിന്ന് ഒറ്റ സെക്കൻഡറി oocyte ആണ് ഉണ്ടാവുക അല്ലേ? അതുപോലെ ഒരു സിംഗിൾ ഫസ്റ്റ് പോളാർ ബോഡി. ദാറ്റ് മീൻസ് ഇവിടെ 400 ആണെങ്കിൽ ഇവിടെയും 400, ഇവിടെയും 400. ഇനി ആ 400 സെൽസ് തന്നെയാണ് ഓവം ആവുന്നത്. സോ 400. Every cell number remain the same.
ഇറ്റ്സ് ഓൾ ദ സെയിം. ഇവിടെ ഡബിൾ ആവുന്നില്ല. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഇൻ oogenesis. ഫസ്റ്റ് ഡിഫറൻസ് എന്താണ് മക്കളെ? സ്പെർമാറ്റോജെനിസിസിൽ പ്രൈമറി oocyte അങ്ങോട്ട് നോക്കുമ്പോൾ ഡബിൾ 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 ആയിട്ട് നമ്പർ പോവും. സ്പെർമാറ്റിഡ് വരെ ഡബിൾ ആയിട്ട് പോവും. സ്പെർമാറ്റോസോമ സ്പെർമാറ്റിഡിന്റെ സെയിം നമ്പർ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? സെയിം 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 സെയിം. കുട്ടി മിസ്സിന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് തള്ള വൈബ് എന്ന് പറഞ്ഞ് എന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. ക്ലാസ് എടുത്തോണ്ടിരിക്കും, മൂക്കിടിച്ച് പരത്തില്ല. അപ്പോ ഓക്കെ അല്ലേ? അപ്പോ ദാറ്റ് ഈസ് ഹൗ ദ നമ്പർ ക്വസ്റ്റ്യൻസ് കം. അപ്പൊ നമ്പർ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സ്പെർമാറ്റോജെനിസിസും oogenesis നമുക്ക് എളുപ്പം തെറ്റിക്കാൻ പറ്റും. സ്പെർമാറ്റോജെനിസിസിൽ ഡബിൾ ഡബിൾ അപ് ടു സ്പെർമാറ്റിഡ്, എന്നാൽ oogenesisൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ അതേ നമ്പർ ആയിരിക്കും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ഫസ്റ്റ് പോളാർ ബോഡി, ഓവം ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ട്വിസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ oogenesis ട്വിസ്റ്റ്. ആദ്യത്തെ ട്വിസ്റ്റ് ഇതാണ്. ഊഗോണിയ 2 മില്യൺ സെൽസ് ഉണ്ട്, സംശയമൊന്നുമില്ല. അത് പ്രൈമറി oocyte ആവുന്നു. അത് മിയോസിസ് 1 അണ്ടർഗോ ചെയ്യുന്നു. സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവുന്നു. അത് മിയോസിസ് 2 അണ്ടർഗോ ചെയ്യുന്നു. അത് ഓവവും സെക്കൻഡ് പോളാർ ബോഡി ആവുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ചോദ്യം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്? സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽസിലാണെങ്കിൽ പ്യൂബർട്ടിയിലാണ്. ഫീമെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാനൊരു പെൺകുഞ്ഞാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ 7ാം മാസത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് 7th month ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫ്. ഇത് സ്റ്റാർട്ട് ചെയ്യും. എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും. എന്ന രസാണ്. എംബ്രിയോണിക് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈമറി oocyte മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പേ ഇതങ്ങ് സ്റ്റോപ്പ് ആവും. ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റാച്ചു സ്റ്റോപ്പ്. ഇത് പ്രൈമറി oocyte മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോഫേസി വെച്ച് അറസ്റ്റ് ആവും. എന്നിട്ട് അവിടെ തന്നെ പ്രൈമറി oocyte അങ്ങനെ ഇരിക്കും. ശരിക്കും പ്രൈമറി oocyte ഇനിഷ്യൽ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ ഇതങ്ങനെ ഇങ്ങനെ ഇരുന്ന് അതിന്റെ എണ്ണം പ്യൂബേർട്ടി എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ അങ്ങ് കുറയും. അപ്പൊ നമുക്ക് പറയാം പ്രൈമറി oocyteന്റെ നമ്പർ പ്യൂബേർട്ടി എത്തുമ്പോൾ 60,000 to 80,000 ആയിട്ട് മാറും. അത്രേ കാണുള്ളൂ. ബാക്കിയെല്ലാം ഡീജനറേറ്റ് ചെയ്തങ്ങ് പോവും. ഇരുന്നിരുന്ന് മടിക്കും. ഇനിയാണ് രസം. ഇതെപ്പോഴാ പിന്നെ ഇതിന് ഫർദർ പോവുക? പ്യൂബേർട്ടി ഹിറ്റ് ചെയ്യുമ്പോ, പ്യൂബേർട്ടി എത്തുമ്പോ പ്രൈമറി oocyte മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ആവും. അപ്പോഴും രസമാണ്. സെക്കൻഡറി oocyte അങ്ങോട്ട് മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റാഫേസിൽ സ്റ്റോപ്പ് ആവും. മെറ്റാഫേസിൽ സ്റ്റോപ്പ് ആവുന്നതിനൊരു കാരണമുണ്ട്. കാരണം സെക്കൻഡറി oocyteന് സെൻട്രിയോൾ ഇല്ല. അപ്പൊ മെറ്റാഫേസിൽ സെൻട്രിയോൾ ഇല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കൂല. അങ്ങനെ മെറ്റാഫേസിൽ സ്റ്റോപ്പ് ആവും. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാവോ? അപ്പൊ ഓവുലേഷന്റെ സമയത്തൊക്കെ വെളിയിലേക്ക് വരുന്നത് സെക്കൻഡറി oocyte ആണ്, ഓവ അല്ല. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആവുന്നത് ഒരു സ്പേം വരുമ്പോഴാണ്. ആ സ്പേമിന്റെ ഫെർട്ടിലൈസേഷൻ നടന്ന്, ഫെർട്ടിലൈസേഷന്റെ സമയത്ത് എപ്പോഴാണോ ഓവത്തിന്റെ അകത്തേക്ക് ഒരു സ്പേം കയറി ചെല്ലുന്നത്, അപ്പൊ അവന്റെ സെക്കൻഡറി പ്രൈമറി സെൻട്രിയോളില്ലേ, നമ്മൾ പറഞ്ഞില്ലേ നെക്ക് പോർഷനിലുള്ള സെൻട്രിയോളിനെ അങ്ങോട്ട് അടിച്ചു മാറ്റും. പ്രോക്സിമൽ സെൻട്രിയോളിനെ അങ്ങോട്ട് അടിച്ചു മാറ്റും. അത് ഉപയോഗിച്ചാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് ഓവാവ്. സോ വെൻ there is arrest, ഇതിങ്ങനെ സ്റ്റാറ്റു. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഊഗോണി 2 മില്യൺ സെൽസ് ഉണ്ട്. അത് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ 2 മില്യൺ സെൽസ് ഉണ്ട്. മൈറ്റോസിസ് സ്റ്റാർട്ട് ചെയ്യും. അത് പക്ഷേ പ്രൈമറി oocyte പ്രോഫേസ് 1 അറസ്റ്റ് ആവും. അവിടെ തന്നെ ഇരിക്കും. പ്യൂബേർട്ടി ആവുമ്പോഴേക്കും അതിന്റെ എണ്ണം 60,000 to 80,000 സെൽസ് ആയിട്ട് കുറയും. ആ സമയത്താണ് പ്യൂബേർട്ടിയുടെ സമയത്ത് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുമ്പോൾ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് അത് സെക്കൻഡറി oocyte ആവും. പക്ഷെ സെക്കൻഡറി oocyte അങ്ങ് മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അറസ്റ്റ്. എല്ലാ മിയോസിസിലും അറസ്റ്റാണ്. അറസ്റ്റായി അവിടെ നിൽക്കും. ഈ സാധനത്തിനെയാണ് ഓവുലേറ്റ് ചെയ്യുക ഫീമെയില്. പക്ഷെ എപ്പോഴാണ് ഒരു സ്പേം വന്ന് ഓവത്തിനകത്ത് കയറി
ഫെർട്ടിലൈസേഷൻ സമയത്ത് അകത്ത് കയറുന്നത്. ആ സമയത്ത് ആ സ്പേം ആണ് എന്ത് ചെയ്യുക, ഒരു സെൻട്രിയോളിനെ കൊടുത്തിട്ട് എന്ത് സംഭവിക്കുക, യെസ്, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യിക്കാൻ സഹായിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇനി ഞാനൊരു കുഞ്ഞു കഥ പറയാൻ പോവാണ്. അപ്പതാ നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് ഈ കഥ നടക്കുന്നത് അങ്ങ് അന്റാർട്ടിക്കയിലല്ല, ഇത് നമ്മുടെ സ്വന്തം ഓവറിയിലകത്ത് കോർട്ടെക്സ് നടക്കുന്ന ഒരു കഥയാണ്. കോർട്ടെക്സിൽ വിഷമരായി ഇരിക്കുന്ന പ്രൈമറി ഊസൈറ്റുകൾ എത്ര നാളായിട്ട് ഇങ്ങനെ അറസ്റ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ ജനിച്ച അന്ന് തൊട്ട് പ്യൂബേർട്ടി വരെ 14 വർഷം. എന്ത് പറ്റുമെന്നറിയാവോ? ഈ പ്രൈമറി യൂസൈറ്റില്ല തപസിരിക്കുന്ന പോലെയാണ്. പണ്ടൊക്കെ നമ്മൾ പറയില്ല, ആൾക്കാർ ഈ മരത്തിന് താഴെ പോയി തപസിരിക്കുമ്പോൾ എന്ത് പറ്റും, മുടിയും താടിയൊക്കെ വളരുന്ന പോലെ ഈ പ്രൈമറി യൂസൈറ്റിന് ചുറ്റും ഗ്രാനുലോസ സെൽസ്, ഈ കോർട്ടെക്സിലുള്ള സെൽസ് ഒരു കവറിങ് ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് ഫോം പ്രൈമറി ഫോളിക്കിൾ. ആദ്യം ചെറിയ താടി വളരും, പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ താടി അങ്ങോട്ട് വലുതാവും. അപ്പൊ ഇതിനകത്തിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ് ആണ്. അതിന് ചുറ്റും ഗ്രാനുലോസ സെൽസ് ഒരു ലെയർ ഉണ്ടാക്കും, പ്രൈമറി ഫോളിക്കിൾ. ഇത് പിന്നെ ഇരിക്കുമ്പോൾ മോർ ലെയേഴ്സ് ഉണ്ടാക്കും. പ്രൈമറി ഊസൈറ്റിനകത്ത് ചുറ്റും ഒരു ലെയർ ഉണ്ടാവും, പിന്നെ ലെയർ ഉണ്ടാവും. ദാറ്റ് ഈസ് തീക്ക എന്ന് പറഞ്ഞ ലെയർ. തീക്ക, എക്സ്റ്റേണ, ഇന്റേണ ലേയേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഫോം സെക്കൻഡറി ഫോളിക്കിൾ. ഇപ്പോഴും ഇതിനകത്തിരിക്കുന്ന എന്താ, പ്രൈമറി ഊസൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഈ പ്രൈമറി ഊസൈറ്റ് പിന്നെ ഇങ്ങനെ കാത്തിരിക്കുമ്പോ എന്ത് പറ്റും, ഇതിന്റെ അകത്ത് പ്രൈമറി യൂസൈറ്റ് ആയിരുന്നു, അത് ഏതാണ്ട് പ്യൂബേർട്ടി എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും, സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് മാറും. പക്ഷെ ആ സമയത്തേക്ക് ലേയേഴ്സ് മാത്രമല്ല, ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസും ഉണ്ടാവും, ആൻട്രം. ആൻഡ് ദിസ് ഫോളിക്കിൾ ഈസ് കോൾഡ് ആസ് ടെർഷ്യറി ഫോളിക്കിൾ. അപ്പൊ ടെർഷ്യറി ഫോളിക്കിളിനകത്ത് ഏത് ഊസൈറ്റ് ആണുള്ളത്, സെക്കൻഡറി ഊസൈറ്റ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് പ്യൂബേർട്ടി. ആൻഡ് ഇനി എന്ത് പറ്റും, ഇത് പിന്നെയും വലുതാവും, ഫർദർ ഗ്രോ ചെയ്തിട്ട് ഇത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് ഫ്ലൂയിഡ് ഫിൽ സ്പേസസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ ഫ്ലൂയിഡ് ഫിൽ സ്പേസ് ആവും. ഇതിനകത്ത് നിന്നാണ് സെക്കൻഡറി ഊസൈറ്റിനെ എന്ത് ചെയ്യുക, ഓവുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഡെഡ് ബോഡിയാണ്. ഇതിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കും. ഇത് ശരിക്കും യെല്ലോ കളേർഡ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി അത് റിഗ്രസ് ചെയ്യും. ഈ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല എങ്കിൽ, നോ ഫെർട്ടിലൈസേഷൻ, അത് റിഗ്രസ് ചെയ്ത് ആൽബിക്കൻസ് ആവും. അവസാനം ഇതൊരു സ്കാർ ആയി മാറും. വളരെ സിമ്പിൾ ആണ്. സോ ദീസ് ആർ ദ ഫോളിക്കുലർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ കോർട്ടെക്സ് ഓഫ് ഓവറി. ആദ്യം പ്രൈമറി യൂസൈറ്റ്, അതിന് ചുറ്റും ഒരു സിംഗിൾ ലെയർ പ്രൈമറി ഫോളിക്കിൾ, അതിന് ചുറ്റും 2 ലെയർ തീക്ക, എക്സ്റ്റേണ, ഇന്റേണ, സെക്കൻഡറി ഫോളിക്കിൾ. അത് കഴിയുമ്പോൾ ഈ സെക്കൻഡറി ഫോളിക്കിളിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് വരുന്നു. പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആവുന്നു. ദാറ്റ് ഈസ് ടെർഷ്യറി ഫോളിക്കിൾ. ആ ടെർഷ്യറി ഫോളിക്കിൾ ഒച്ചുകൂടെ വലുതാവുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ. അതിൽ ഓവുലേഷൻ വഴി സെക്കൻഡറി യൂസൈറ്റിനെ എന്ത് ചെയ്യുക, ഫലോപ്പിയൻ ട്യൂബിലേക്ക് വിടുക. അത് കഴിയുമ്പോൾ ഇതൊരു ഡെഡ് ബോഡിയാണ്, കോർപ്പസ് ലൂട്ടിയം. അത് പിന്നെ റിഗ്രസ് ചെയ്ത്, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ റിഗ്രസ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ഇൻടു എ സ്കാർ ടിഷ്യൂ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ദീസ് ആർ ദ ഫോളിക്കുലർ ചേഞ്ചസ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ oogenesis കംപ്ലീറ്റ് ആവും. അപ്പോൾ oogenesis പറയുമ്പോൾ നമ്മൾ കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫോളിക്കുലർ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോടാ. സോ oogenesis എന്ന് പറയുന്നത് മെച്യൂർഡ് ഫീമെയിൽ ഗാമീറ്റ് ആയ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ നമുക്ക് മില്യൺസ്, എ കപ്പിൾ മില്യൺ ഊഗോണിയ, ദാറ്റ് ഈസ് 2 മില്യൺ ഊഗോണിയ ഉണ്ട്. ഈ ഊഗോണിയ മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുന്നു, പ്രൈമറി ഊസൈറ്റ് ആവുന്നു. ഈ പ്രൈമറി ഊസൈറ്റ് എന്ത് സംഭവിക്കും, അത് എന്ത് ചെയ്യും, ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആവുന്നു. അറസ്റ്റഡ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. പ്യൂബേർട്ടി എത്തുമ്പോഴാണ് അത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡറി ഊസൈറ്റും ഉണ്ടാവുക. അതും അവിടെ അറസ്റ്റഡ് ആവും. അറസ്റ്റഡ് ആയിട്ട്
ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് അത് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെയാണ് അല്ലേ മക്കളെ? അപ്പോൾ പ്രൈമറി oocyte completes meiosis 1. Yes, so you can just read it. This is the same content ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദെൻ ഫോളിക്കുലർ ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമുക്കുണ്ടാവുന്ന പ്രൈമറി oocyte, അതിന് ചുറ്റും ഗ്രാനുലോസ സെൽസ് ഉണ്ടാക്കുന്ന പ്രൈമറി ഫോളിക്കിൾ. യെസ്, പ്യൂബർട്ടിയിൽ വെച്ച് നമുക്ക് സെക്കൻഡറി oocyte അതിനകത്ത് ഉണ്ടാവുന്നത്, ടെർഷ്യറി ഫോളിക്കിളിനകത്ത് ഉണ്ടാവുന്നത് സെക്കൻഡറി oocyte ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം പ്രൈമറി oocyte ഡിഫറൻഷിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ആയിട്ട് മാറും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പ്രൈമറി ഫോളിക്കുലാർ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ പ്രൈമറി ഫോളിക്കിൾസ് ആയിരിക്കും ശരിക്കും നമ്മുടെ കോർട്ടെക്സിൽ ഉണ്ടാവുക. പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് സെക്കൻഡറി ഫോളിക്കിളായി ടെർഷ്യറി ഫോളിക്കിൾ ആവുക. അപ്പോൾ ടെർഷ്യറി ഫോളിക്കിൾ ആണ് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് പ്യൂബർട്ടിയുടെ സമയത്ത് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ഓവറിയിൽ ഉള്ളത് പ്രൈമറി ഫോളിക്കിൾ ആണ്. പ്യൂബർട്ടി ആവുമ്പോഴാണ് അത് സെക്കൻഡറി ആയി ടെർഷ്യറി ആവുന്നത്. അത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, നൗ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവുന്നു. പ്രൈമറി ഫോളിക്കിളിന് പിന്നെ ഔട്ടർ തീക്ക ലെയേഴ്സ് ഉണ്ടാവുമ്പോൾ അതിനകത്ത് പ്രൈമറി oocyte തന്നെയാണ്. ഇറ്റ് ഫോം സെക്കൻഡറി ഫോളിക്കിൾ. പിന്നെ ടെർഷ്യറി ഫോളിക്കിൾ ആണ്. അതിന്റെ പ്രത്യേകത അതിന് ആൻട്രം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ഉണ്ടായിരിക്കും. അതിനകത്തുള്ളത് സെക്കൻഡറി oocyte ആയിരിക്കും. ആൻഡ് അത് വലുതാവുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇതിൽ നിന്നാണ് സെക്കൻഡറി oocyteനെ ഓവുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ we have to move to menstrual cycle. അപ്പോൾ ഇത് സെറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ മാത്രം ഒരു മൈൻഡ് മാപ്പ് എഴുതാം. അപ്പോൾ oogenesisൽ നിങ്ങൾ മൈൻഡ് മാപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം ശ്രദ്ധിച്ചോടാ. oogenesis ആദ്യമേ അതിന്റെ സ്റ്റെപ്സ്, സെയിം ക്രോമസോം നമ്പർ, DNA amount and number of cells. സെറ്റ് ആണല്ലോടാ മക്കളെ? ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ oogenesisലുള്ള അറസ്റ്റിംഗ് സ്റ്റേജസ് സ്റ്റാർട്ട് തൊട്ടുള്ള അറസ്റ്റിംഗ് സ്റ്റേജസ് ഓരോന്നും നമ്മൾ എഴുതി പോകും. ദെൻ നമ്മൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളതാണ് ഫോളിക്കുലാർ ചേഞ്ചസ്. ഓക്കെ, ആൻഡ് മറിയ ടെർഷ്യറി ഫോളിക്കിൾ ഇതാണോ നിങ്ങൾക്ക് കാണാനുള്ളത്? ടെർഷ്യറി ഫോളിക്കിൾ ഡ്യൂറിംഗ് ഫോളിക്കുലർ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. സെക്കൻഡറി ഫോളിക്കിൾ സൂൺ ട്രാൻസ്ഫോംസ് ഇൻ ടു ടെർഷ്യറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറി ഫോളിക്കിൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. തീക്ക ഗെറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടു ഇന്നർ ഔട്ടർ ലെയർ. ഫ്ലൂയിഡ് ഫിൽഡ് ആൻട്രംസ് അതിനകത്ത് ഉണ്ടാവും. പ്രൈമറി oocyte ഈ ടെർഷ്യറി ഫോളിക്കിളിനകത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡറി oocyte ആയിട്ട് കാണും. DNA കൗണ്ട് ആര്യ എപ്പോഴും എയ്തർ ഇറ്റ് ഈസ് സ്പെർമാറ്റോജെനസിസ് ഓർ oogenesis. നമുക്ക് പറയാം ഊഗോണിയ 2n DNA count, primary oocyte 2n DNA count, secondary oocyte 2n. meiosis 2 കഴിയുമ്പോഴാണ് DNA കൗണ്ട് പകുതിയാവുന്നത്. ഓവം ആവുമ്പോഴാണ് DNA കൗണ്ട് പകുതിയാവുന്നത്. ദിസ് ഈസ് അബൌട്ട് DNA കൗണ്ട്. ഓക്കെ അല്ലേ? പാർച്യൂറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് പറയുന്നുണ്ടോ കുട്ടാ? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഓക്സിറ്റോക്സിൻ വിച്ച് ഇസ് ദ പാർച്യൂറേഷൻ ഹോർമോൺ. പക്ഷെ എങ്ങനെയാണ് പാർച്യൂറേഷൻ ഉണ്ടാവുന്നതെന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ മെൻസ്ട്രൽ സൈക്കിളിലേക്ക് മൂവ് ചെയ്യാം. മക്കളെല്ലാവരും സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സെറ്റാണ്. അപ്പൊ നമുക്ക് നേരെ പോവാം. We are moving to menstrual cycle. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫീമെയിലിൽ ഇഫ് ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ, നമുക്കറിയാം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ we start a cyclic change which is called as a menarche and it stops at the age of 45 to 50. ഇതിനെയാണ് മെനോപോസ് എന്ന് പറയാം. അപ്പം മെനാർക്ക് സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിനെ മെനോപോസ് എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ലൈഫ് ടൈമിൽ നമുക്ക് 28 ഡേയ്സിൽ ഉണ്ടാവുന്ന
റിപ്പീറ്റഡ് സൈക്ലിക് ഇവന്റ്സ് ഇൻ ദ ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുക, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയാം. ഈ മെൻസ്ട്രൽ സൈക്കിള് സാധാരണ നോർമൽ കേസസിൽ ഏറ്റവും ആദ്യമായി ഫെർട്ടിലൈസേഷൻ ദാറ്റ് ഈസ് പ്രഗ്നൻസി ഇല്ല എങ്കിൽ 28 ഡേ സൈക്കിൾസ് നടക്കും. പിന്നെ ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ പ്രൊലോങ് മെൻസ്ട്രൽ സൈക്കിൾ. നിങ്ങൾക്കറിയാം, സ്ട്രെസ്, ഫുഡ് ഹാബിറ്റ്, ഇതൊക്കെ മെൻസ്ട്രൽ സൈക്കിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യും. ബട്ട് ഓഫ് കോഴ്സ് ഫെർട്ടിലൈസേഷൻ നടന്നാലാണ് മെൻസ്ട്രൽ സൈക്കിൾ ഏറ്റവും കൂടുതൽ ഹാപ്പൻ ചെയ്യാതിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിംഗിൾ ഗ്രാഫിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സ് ആണ്. അപ്പോൾ ദാ തുടങ്ങുക 0 to 28 ഡേയ്സ്. അതിൽ കൃത്യം 14ാമത്തെ ദിവസം മിഡ് ഒന്ന് മാർക്ക് ചെയ്യുക, 14th ഡേ. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ബോഡിയിലെ ഫോളിക്കുലാർ ചേഞ്ചസ്, ഓവറിയിൽ നടക്കുന്ന ഫോളിക്കുലാർ ചേഞ്ചസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോളിക്കുലാർ ചേഞ്ചസ് ശ്രദ്ധിച്ചോടെ, വളരെ സിമ്പിളാണ്. ഇനിഷ്യലി നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടാവുക പ്രൈമറി ഫോളിക്കിൾ ആയിരിക്കും. ഈ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവും, ടേഴ്ഷ്യറി ആവും. എന്നാൽ കൃത്യം 14ാമത്തെ ദിവസം ആവുമ്പോഴേക്കും ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവുലേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ 14 കൃത്യം പകുതിയിൽ ഓവുലേഷൻ നടക്കും. അപ്പൊ സിമ്പിൾ അല്ലേ? ആദ്യം എന്താ നടക്കുക? ഇറ്റ്സ് കോൾഡ് ആസ് ഫോളിക്കുലാർ ഫേസ്. ഇതിനെയാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുക. ഫോളിക്കുലാർ ഫേസിൽ ഫോളിക്കിൾസ് വലുതാവുന്ന ഫേസ് ആണ്. അത് പ്രൈമറി ആവും, സെക്കൻഡറി ആവും, ടെർഷ്യറി ആവും, ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. എന്ത് ചെയ്യും? അത് ഓവുലേഷൻ വഴി ഓവത്തിനെ വെളിയിലേക്ക് കളയും. ഇനി ശ്രദ്ധിച്ചോ, അത് കഴിയുമ്പോൾ ഇത് കോർപ്പസ് ലൂട്ടിയം ആവും. കോർപ്പസ് ലൂട്ടിയം ആയിട്ട് ഏതാണ്ട് 27ാമത്തെ ദിവസം വരെ, എന്ന് പറഞ്ഞാൽ 14 തൊട്ട് 27ാമത്തെ ദിവസം വരെ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അത് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ആവും. കാരണം ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ. മെൻസ്ട്രുവേഷൻ നടക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇല്ല. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രൈമറി ടു ഗ്രാഫിയൻ ഫോളിക്കിൾ, ഓവുലേഷൻ, അത് കഴിഞ്ഞാൽ ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയം കിടക്കുന്നുണ്ട്, ലൂട്ടിയൽ ഫേസ്. സോ വിച്ച് ആർ ദ ഫേസസ്? ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. സെറ്റ് അല്ലേ? യെസ്, 6 വരെയാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ 6:15 വരെയൊക്കെ ഒന്ന് പോകട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ പറയുക എൻഡോമെട്രിയൽ ചേഞ്ച് ആണ്. എൻഡോമെട്രിയത്തിൽ നോക്കാം. എൻഡോമെട്രിയം ഒരു കുട്ടീനെ റിസർവ് ചെയ്യാൻ റെഡി ആവുന്ന സമയമാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ദർ ഇസ് സർട്ടൻ ഹോർമോൺസ് വിച്ച് ഹെൽപ്സ് ഇൻ ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും. അത് 14 ഡേയ്സ്, ഏതാണ്ട് 13 ഡേയ്സ് കോർപ്പസ് ലൂട്ടിയം അതുപോലെ തന്നെ നിൽക്കും. അത് കഴിയുമ്പോൾ അത് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ആവും. ഇനി ഇതിന് കാരണം പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. നമുക്കറിയാം പിറ്റ്യൂട്ടറിയിൽ നിന്ന് 2 ഹോർമോൺസ്, LH-ഉം FSH-ഉം. ആദ്യം LH-ന്റെ കാര്യം പറയാം. LH ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് ഓവുലേഷന്റെ സമയത്ത് LH സർജ്, LH കൂടുമ്പോഴാണ് ഓവുലേഷൻ നടക്കുക. ആൻഡ് അഗെയിൻ ഇറ്റ് ഗോസ് ദ സെയിം ലെവൽ. FSH ആണെങ്കിലോ ആദ്യം കുറച്ച് കൂടുതലായിരിക്കും, പിന്നെ അതെന്ത് ചെയ്യും? LH-നേക്കാളും കുറവായിരിക്കും. ആൻഡ് FSH ഒന്ന് സർജ് ചെയ്യും ഓവുലേഷന്റെ സമയത്ത്. അഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ നോർമൽ ലെവൽ. ലാസ്റ്റ് ഫേസിന്റെ അറ്റം ആകുമ്പോൾ FSH LH-നേക്കാളും കുറച്ചൊന്ന് കൂടും. സോ ഇങ്ങനെയാണ് FSH LH ചേഞ്ച് ചെയ്യുക. ആൻഡ് LH സർജ് കൊണ്ടാണ് ശരിക്കും 14th ഡേ ഓവുലേഷൻ നടന്നത്. അപ്പൊ നമുക്കറിയാം ഓവേറിയൻ ഹോർമോൺസ് ഉണ്ട്. ഓവറി എന്നുള്ള 2 ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഇതിലിപ്പോ ഈസ്ട്രോജന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസ്ട്രോജനെ റിലീസ് ചെയ്യുന്ന ഫോളിക്കിൾസ് ആണ്. അപ്പൊ ഇനിഷ്യൽ ഫേസ് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, ഇങ്ങനെ ഫോളിക്കിൾ വലുതാവുമ്പോൾ ഈസ്ട്രോജന്റെ അളവ് കൂടി കൂടി വരും. പക്ഷെ ഓവുലേഷന് തൊട്ട് മുമ്പ് അതൊന്ന് കുറയും. പിന്നെ അതെന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയവും ഈസ്ട്രോജൻ റിലീസ് ചെയ്യും, അത് കൂടും. പക്ഷെ അത് കോർപ്പസ് ആൽബിക്കൻസ് ആവുമ്പോൾ കുറയും. ഈസ്ട്രോജൻ ലെവൽ ഇങ്ങനെയാ പോവുക. ഫോളിക്കിൾസ് വലുതാവുമ്പോൾ ഈസ്ട്രോജന്റെ ലെവൽ കൂടും, പക്ഷെ ഓവുലേഷന് മുമ്പ് അത് കുറയും. പിന്നെ അതെന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ആവുമ്പോൾ പിന്നെ അത് ഈസ്ട്രോജൻ റിലീസ് ചെയ്യും, പിന്നെ അത് കുറയും. ഇനി പ്രൊജസ്ട്രോൺ ആകെ റിലീസ് ചെയ്യുന്ന ആള്, പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്യുന്ന ആള് കോർപ്പസ് ലൂട്ടിയം ആണ്. കോർപ്പസ് ലൂട്ടിയം വരുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് പടാന്ന് കൂടും, എന്നിട്ട് അതെന്ത് ചെയ്യും? അങ്ങ് കുറയും. കോർപ്പസ് ആൽബിക്കൻസ് ആവുമ്പോൾ അത് കുറയും.
ഇനി നമ്മൾ ലാസ്റ്റ് എൻഡോമെട്രിയൽ ചേഞ്ചസ്. എൻഡോമെട്രിയൽ ചേഞ്ചസ് വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കോടാം. ആദ്യം എന്താ പറ്റുക, ഇവിടെ നിന്ന് തുടങ്ങും. 27th ഡേയിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുമ്പോൾ എൻഡോമെട്രിയം ഷെഡ് ചെയ്യും. സോ ഫസ്റ്റ് ഫേസ് ഇസ് ഷെഡിങ്. അത് 28 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശരിക്കും ഷെഡിങ് നല്ലോണം കാണാം. ഫസ്റ്റ് 5 days ആണ്. ഇതിനെയാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു, ഈ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറഞ്ഞു. അപ്പൊ 28th ഡേ ആകുമ്പോൾ അത് ഷെഡ് ചെയ്യും. 1 to 5 days അത് ബ്ലീഡിംഗ് ആയിട്ട് വെളിയിലേക്ക് വരും. ഓക്കെ, അത് കഴിയുമ്പോൾ പിന്നെ ഈസ്ട്രോജൻ എന്തിനു സഹായിക്കും? ഈസ്ട്രോജൻ എൻഡോമെട്രിയത്തിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ സഹായിക്കും. എൻഡോമെട്രിയത്തിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോളിഫറേറ്റീവ് ഫേസ്. അതിന് വളരാൻ സഹായിക്കും. അതിങ്ങനെ വളർന്ന് വരും. അതിന് കാരണം ആരാ? ഈസ്ട്രോജൻ. പക്ഷെ വൺസ് അത് വളർന്ന് ഓവുലേഷൻ കഴിയുമ്പോൾ അതിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അവിടെ നിറയെ സെക്രീഷൻസ് തുടങ്ങും. ഇതിനെയാണ് സെക്രീറ്ററി ഫേസ് എന്ന് പറയുക. ഈ സെക്രീറ്ററി ഫേസിന് കാരണം ആരാണ്? സെക്രീറ്ററി ഫേസിന് കാരണം പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ആ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ എൻഡോമെട്രിയം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം 0 to 5 days മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ ടൈം. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രോളിഫറേറ്റീവ് ഫേസ് ആണ്. അപ് ടു 14th ഡേ എൻഡോമെട്രിയം വളരുന്ന പ്രോളിഫറേറ്റീവ് ഫേസ്. അത് കഴിയുമ്പോൾ എൻഡോമെട്രിയം സെക്രീഷൻസിനെയും ബ്ലഡ് വെസൽസിനെയും ഒക്കെ റിട്ടൈൻ ചെയ്യുന്ന സെക്രീറ്ററി ഫേസ്. 27th ഡേ ആകുമ്പോൾ ഈ സെക്രീറ്ററി ഫേസ് കഴിഞ്ഞിട്ട് പിന്നെയും ലൈക്ക് എൻഡോമെട്രിയം സ്റ്റാർട്ട്സ് ടു ഷെഡ്. ഓക്കെ, ഇനി പ്രോളിഫറേറ്ററി ഫേസിന് റെസ്പോൺസിബിൾ ആയ ഹോർമോൺ ആരാണ്? ഈസ്ട്രോജൻ. അതുപോലെ സെക്രീറ്ററി ഫേസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ആരാണ്? പ്രൊജസ്ട്രോൺ. ഓക്കെ ആണോ? ഇനി ഫോളിക്കുലാർ ചേഞ്ചസിന് 3 ഫേസസ്. ഫോളിക്കുലാർ ഫേസ് ആണ് ഇനിഷ്യലി ഉള്ളത്, പ്രൈമറി ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. പിന്നെ ഓവുലേഷൻ. അത് കഴിയുമ്പോൾ ലൂട്ടിയൽ ഫേസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ദാ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ മെൻസ്ട്രൽ സൈക്കിൾ പഠിക്കാൻ നിങ്ങൾക്ക് ആകെ ഈ ഒരു ഗ്രാഫിന്റെ മാത്രം ഹെൽപ്പ് മതി. ഈ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് വരിക. യെസ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. സോ ഇത് ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ലോങ് ആയിട്ടുള്ള ടോപ്പിക്ക് വരിക. ഇനി നമ്മൾ പറയുന്ന എല്ലാം ഭയങ്കര സിമ്പിളായി റാപ്പിഡായിട്ട് തീർന്നു പോകുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതുവരെയുള്ള പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സെറ്റ് ആണോ? സോ നൗ we have to move to fertilization. Okay, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ഇനി ഫെർട്ടിലൈസേഷനിലേക്ക് മൂവ് ചെയ്യാം. എടാ 6:30 വരെയാണ്, 2 hours ആണ്. 8:30 വരെ എങ്ങനെയാണ് ആവുന്നത്? ആനെ നിങ്ങൾക്കൊക്കെ കണക്കൊച്ചി താഴോട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ അറിയാനുള്ളത്, അപ്പോൾ ദാ ആരൊക്കെയാണ് മെമ്മറി നോട്ട് എഴുതുക? എല്ലാവരും മെമ്മറി നോട്ട് എഴുതുക. മെൻസ്ട്രൽ സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെനാർക്ക്, മെനോപോസ് ആൻഡ് ദ ഗ്രാഫ്. ഗ്രാഫിൽ തന്നെ യു ഹാവ് ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, യു ഹാവ് ലൂട്ടിയൽ ഫേസ്, അതുപോലെ യു ഹാവ് proliferative phase, you have secretory phase, you have അതിന് മുമ്പായി menstrual phase. അപ്പോൾ ഈ ഫേസസ്, അവിടുത്തെ ഹോർമോൺസ്, ആ ചേഞ്ചസ് 100% സെറ്റ് ആണ്. അപ്പോൾ നേരെ നമ്മൾ ഫെർട്ടിലൈസേഷനിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ആദ്യത്തെ ഗാമറ്റോജെനിസിസ് പഠിച്ചു. ഇൻസെമിനേഷൻ നടന്നു. ഇൻസെമിനേഷൻ നടന്നിട്ട് ദ സ്പേം ഓവത്തിനെ മീറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ ഓവത്തിന്റെ സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യാനുള്ളത്, ഒന്ന് നോട്ടീസ് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കിക്കോടാ, ഫസ്റ്റ് നമ്മൾ നോക്കുക സ്ട്രക്ചർ ഓഫ് ഓവം. സ്ട്രക്ചർ ഓഫ് ഓവം പറയുമ്പോൾ നമ്മൾ പറയുക, ഓവം എന്ന് പറയുന്നത് ശരിക്കും സെക്കൻഡറി ഊസൈറ്റ് ആണ്. ഈ സെക്കൻഡറി ഊസൈറ്റിനെ നമ്മൾ നോക്കിയാൽ അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് ഈസ് സെക്കൻഡറി ഊസൈറ്റ്. ദിസ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ടാവും, വിച്ച് ഇസ് കോൾഡ് ആസ് പെരിവിറ്റാലിൻ സ്പേസ്.
പെരിവിറ്റാലിൻ സ്പേസ്. ഈ സ്പേസിന് ചുറ്റുമായി നമുക്ക് സോണാ പെലൂസിഡ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ കാണും. അപ്പൊ എന്താണ് സോണാ പെലൂസിഡ? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇറ്റ് ഈസ് എ ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ. ആൻഡ് അതിൻ്റെയും ചുറ്റിലായി നമുക്ക് ഗ്രാനുലോസ സെൽസിനെ ഇങ്ങനെ കാണാം. ഇങ്ങനെയാണ് ഒരു സെക്കൻഡറി യൂസായിട്ട് ഇരിക്കുക. ഇതിനെ കാണാനാണ് ആര് വരുന്നത്? സ്പേം ഓടി വരുന്നത്. സ്പേം ഒരുപാട് പേരല്ലേ, 200 to 300 മില്യൺ സ്പേം ഉണ്ട്. പകുതി പേര് പകുതി വഴിയിലൊക്കെ വീണ് മരിക്കുന്നുണ്ട്. അവസാനം ഒരു 10-100 എണ്ണം ഫെലോപ്പിയൻ ട്യൂബിലെത്തി. ഇവരെല്ലാം ഇങ്ങനെ ഓടുകയാണ്, റേസാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആണെന്ന് പറയാനുള്ളത്. ഈ റേസിൽ ജയിച്ചവരാണ് ഈ ജനിച്ചവരെല്ലാവരും. ആ റേസിലെ ആദ്യത്തെ സ്പേം വന്ന് ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ അക്രോസോമൽ ക്യാപ്പിന്റെ ഹെൽപ്പോട് കൂടി ഈ സെൽസിന്, ഗ്രാനുലോസ സെൽസിനിടയ്ക്കുള്ള ഇന്റർസെല്ലുലാർ മെറ്റീരിയലിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറും. എന്നിട്ട് അത് സോണാ പെലൂസിഡയെ ടച്ച് ചെയ്യും. സോണാ പെലൂസിഡയിൽ സ്പേമിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. വൺ സോണാ പെലൂസിഡയെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോണാ പെലൂസിഡയുടെ നേച്ചർ ചേഞ്ച് ആവും. ഇതില്ല പ്രേതം പോവാൻ നേരത്ത് വാളിൽ കൂടെ കടന്നു പോവാം, നമ്മൾ നടന്നു പോവാൻ നേരത്ത് വാൾ ഇടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് സ്പേം വെൻ ടച്ച് ദ സോണാ പെലൂസിഡ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നു. ആൻഡ് ഇറ്റ് നെവർ പെർമിറ്റ് എൻട്രി ഓഫ് അനദർ സ്പേം. അങ്ങനെ മോണോസ്പേമിക്ക് സഹായിക്കുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും സോണാ പെലൂസിഡയാണ്. അങ്ങനെ സോണാ പെലൂസിഡ വഴി നേരെ പെരിവിറ്റാലിൻ സ്പേസിൽ വന്നിട്ട് സെക്കൻഡറി ഊസൈറ്റിനകത്തേക്ക് സ്പേം എൻട്രി ചെയ്യും. ഇനി കഥ കേട്ടോ, എന്ത് പറ്റും? സെക്കൻഡറി ഊസൈറ്റിനകത്തേക്ക് സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്പേമിന്റെ സെൻട്രിയോളിനെ സെക്കൻഡറി ഊസൈറ്റിന് കൊടുക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പേമിലുള്ള പ്രോക്സിമൽ സെൻട്രിയോളിനെ സെക്കൻഡറി ഊസൈറ്റിന് കൊടുക്കും. എന്നിട്ട് അതിന്റെ സഹായത്തോടു കൂടി സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഓവമായി മാറും. ഈ ഓവം ഉടനെ തന്നെ സ്പേമുമായി ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, കാരിയോഗമി, ന്യൂക്ലിയസ് കല്യാണം കഴിക്കും. പിന്നെ സൈറ്റോഗമി, സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദി മിക്സിംഗ് ഓഫ് ക്രോമസോം. ഇവിടെ വെച്ച് തന്നെ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ്. നമുക്കറിയാം അമ്മയുടെ ഓവം ഓൾവേസ് എക്സ് ക്രോമസോം ആണ്. സോ ഓവം ഈസ് ഓൾവേസ് എക്സ്. സ്പേം എയ്തർ എക്സാവാം ഓർ ഇറ്റ് ക്യാൻ ബി വൈ. അതാരാണ് വന്ന് ഫ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് പറ്റും? അവിടെ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ്. 1 ഗേൾ 1 ബോയ് ഉണ്ടാവുന്നത് നമുക്ക് സൂപ്പർ ഓവുലേഷൻ ഉണ്ടാവുന്ന സിറ്റുവേഷനിലാണ്. ചിലപ്പോൾ ഒരു ഫീമെയിൽ ഒരു സമയം ഒന്നിലധികം ഓവം റിലീസ് ചെയ്യും. അപ്പോൾ ഡിഫറെന്റ് സ്പേംസ് പോയി ഡിഫറെന്റ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ഡൈസൈഗോട്ടിക് ട്വിൻസ്. മോണോസൈഗോട്ടിക് ട്വിൻ അല്ല, ഡൈസൈഗോട്ടിക് ട്വിൻ. കാരണം ഒരു ബോയ് ആൻഡ് ഗേൾ ഉണ്ടാവുന്നത് ഡൈസൈഗോട്ടിക് ട്വിൻ ആണ്. ഐഡന്റിക്കൽ ട്വിൻ ഉണ്ടാവുമ്പോൾ ഒരു സൈഗോട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് ഐഡന്റിക്കൽ ട്വിൻ. ഓക്കെ അല്ലേ? അക്രോസോമിലെ എൻസൈംസ് കാരണമാണ് നമുക്ക് ഗ്രാനുലോസ സെൽസിന്റെ കൊറോണ റേഡിയേറ്റർ ലെയറിനെ കടന്ന് സോണാ പെലൂസിഡയിൽ എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. വളരെ സിമ്പിൾ ആണ്. ഫെർട്ടിലൈസേഷനിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഗ്രാനുലോസ ലെയർ ഉണ്ട്, സ്പേം വരുന്നു, അക്രോസോമൽ ക്യാപ്പിന്റെ സഹായത്തോടു കൂടി ഗ്രാനുലോസ ലെയറിനെ കവർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അകത്തേക്ക് ചെയ്യുന്നു. സോണാ പെലൂസിഡെ ടച്ച് ചെയ്യും, അതിന്റെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ വേറെ സ്പേമിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പെരിവിറ്റാലിൻ സ്പേസ് വഴി അത് നേരെ ഊസൈറ്റിനകത്തേക്ക് ഫുൾ സ്പേം എൻ്റർ ചെയ്യും. ആദ്യം അത് സെൻട്രിയോളിനെ കൊടുക്കും. ഊസൈറ്റ് എന്ത് ചെയ്യും? മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് ഓവമാവും. ഓവം ഉടനെ തന്നെ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യും. ന്യൂക്ലിയർ ഫ്യൂഷൻ, സൈറ്റോപ്ലാസ്മിക് ഫ്യൂഷൻ, മിക്സിംഗ് ഓഫ് ക്രോമസോം, യു ഗെറ്റ് ഈവൻ ദ സെക്സ് ഓഫ് ദ ബേബി. 1 സ്പേം ഒരിക്കലും എൻ്റർ ചെയ്യുന്നില്ലല്ലോടാ തസ്ലീമ. നമുക്ക് എപ്പോഴും അറിയില്ലേ 1 സ്പേം മാത്രമാണ് എൻ്റർ ചെയ്യുക. ഒരു ഓവത്തിൽ ഒരു സ്പേമിനെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൈ യു ഹാവ് സോണാ പെലൂസിഡ. ഒന്നിലധികം സ്പേം എൻ്റർ ചെയ്ത ക്രോമസോം നമ്പറിലാണ് ചേഞ്ച് ഉണ്ടാവുക, ട്വിൻസ് അല്ല ഉണ്ടാവുക. അവിടെ ക്രോമസോം നമ്പർ ഓഫ് ദ ഓർഗാനിസം ചേഞ്ചസ്. ഇറ്റ് വോണ്ട് ബി എ ഹ്യൂമൻ. അല്ലേ തസ്ലീം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഊസൈറ്റിന് 23 ക്രോമസോം,
സ്പേമിന് 23. 2 സ്പേം കയറിയാൽ 46 ക്രോമസോമിന്റെ മുകളിലുള്ള ഒരു ഓർഗാനിസം ആയിട്ട് മാറും. ഇറ്റ് കോസസ് പോളിപ്ലോയിഡി. ഓക്കെ, പക്ഷെ പോളിപ്ലോയിഡി ഈസ് നോട്ട് കോമൺ ഇൻ ഹ്യൂമൻസ്, ഇറ്റ്സ് ഓൺലി കോമൺ ഇൻ പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ ഇതാ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് സൈഗോട്ട്. സെറ്റ് അല്ലേ? അപ്പൊ ദാ നമുക്ക് നോക്കാം. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഞാൻ വരയ്ക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്. ഇത് യൂട്രസ് ആണ്. ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബുലാർ റീജിയനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടന്നത്. ഫെർട്ടിലൈസേഷൻ നടന്ന ഉടനെ നമുക്കിവിടെ ഉണ്ടാവുന്നതാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഉടനെ തന്നെ മൈറ്റോസിസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഈ മൈറ്റോസിസ് ഡിവിഷനെയാണ് നമ്മൾ പറയുക ക്ലീവേജ്. കാരണം ഈ മൈറ്റോസിസ് ഡിവിഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടത്തില്ല, ന്യൂക്ലിയസിന്റെ എമൗണ്ട് മാത്രമേ കൂടത്തുള്ളൂ. സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് സെയിം ആയിട്ട് നിൽക്കും. സാധാരണ സെൽ ഡിവിഷനിൽ ന്യൂക്ലിയസിന്റെ സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് കൂടും. എന്നാൽ ഇവിടെ സൈറ്റോപ്ലാസത്തിന്റെ എമൗണ്ട് ഇങ്ങനെ ചെറുതായിരിക്കും, ന്യൂക്ലിയസിന്റെ എമൗണ്ട് മാത്രം കൂടി കൂടി വരും. ആൻഡ് ഇറ്റ് ഈസ് എ ഫാസ്റ്റർ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. അതിനെ നമ്മൾ ക്ലീവേജ് എന്ന് വിളിക്കും. അങ്ങനെ സൈഗോട്ട് ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 2 സെൽസ് ആവും, അത് 4 സെല്ലാവും. അവസാനം ഇത് എന്താവും? ഒരു 8 to 16 സെല്ലുള്ള മൾബറി ഷേപ്പിൽ ഇങ്ങനെ സെൽസ് അക്യുമുലേറ്റ് ചെയ്യുന്ന മോറുലയായിട്ട് മാറും. 8 to 16 സെൽ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ ഒരു ഔട്ടർ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. അതിനെ ബ്ലാസ്റ്റുല എന്ന് വിളിക്കും. ആൻഡ് ഈ ബ്ലാസ്റ്റുല യൂട്രൈൻ ക്യാവിറ്റി എത്തുമ്പോൾ ഇതിനൊരു ഔട്ടർ സെൽ മാസ്, അതിനെ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. ആൻഡ് ഒരു ഇന്നർ സെൽ ലെയറും കൂടെ ഫോം ചെയ്യും, ഇന്നർ സെൽ മാസ്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് എ ബ്ലാസ്റ്റോസിസ്റ്റ്. സിമ്പിൾ അല്ലേ മക്കളെ? സൈഗോട്ട് ഉണ്ടാവുന്നു, ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നു, മോറിൽ ഉണ്ടാവുന്നു, 8 to 16 സെൽ മൾബറി ഷേപ്പ് സ്ട്രക്ചർ, അത് ബ്ലാസ്റ്റുല ആവുന്നു. അത് അവസാനം യൂട്രൈൻ ക്യാവിറ്റി എത്തുമ്പോൾ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയറും ഇന്നർ സെൽമാസും ഉള്ള ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രോഫോബ്ലാസ്റ്റിന്റെ സഹായത്തോടു കൂടി എൻഡോമെട്രിയത്തിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കയറിപ്പോവും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രോഫോബ്ലാസ്റ്റ് ഇംപ്ലാന്റേഷൻ ഹാപ്പൻ. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നു. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയാവോ? പ്ലാസന്റ ഉണ്ടാവും, ഇന്നർ സെൽമാസ് ഓർഗൻസ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. അപ്പോൾ എൻഡോമെട്രിയത്തിന്റെ അകത്ത്, ഇതാണ് എൻഡോമെട്രിയം, അതിൻ്റെ അകത്ത് ഇതാ നമ്മുടെ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസും ഉള്ള എംബ്രിയോ അകത്ത് കയറി. ഓക്കെ അല്ലേ? ഇവിടെ ഈ ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയർ, ഇതാണ് ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ്. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ലെയർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. അതിനെ കോറിയോണിക് വില്ലൈ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഈ വില്ലയും എൻഡോമെട്രിയവും കൂടെ ചേരുന്ന ഈ ഒരു റീജിയനെയാണ് പ്ലാസെന്റ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് പ്ലാസെന്റ? പ്ലാസെന്റ ഒരു ടെമ്പററി ഓർഗൻ ആണ്. ഈ പ്ലാസെന്റ ഉണ്ടാവുന്നത് നമ്മുടെ എംബ്രിയോയുടെ കൊറിയോണിക് വില്ലയും അമ്മയുടെ എൻഡോമെട്രിയവും ചേർന്നിട്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അമ്മയുടെ എൻഡോമെട്രിയോ ഉണ്ട്, അതുപോലെ തന്നെ കൊറിയോണിക് വില്ലയും ഉണ്ട്. അപ്പം അമ്മയുടെ എൻഡോമെട്രിയവും കൊറിയോണിക് വില്ലയും കൂടെ ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്തത് മക്കളെ? നമ്മൾ പറഞ്ഞ ഈ പ്ലാസെന്റ ഫോം ചെയ്തത്. ആൻഡ് പ്ലാസെന്റ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഓർഗൻ. അപ്പൊ പ്ലാസെന്റ അവിടെ നിന്നോട്ടെ. ഈ സമയത്ത് ഇന്നർ സെൽമാസിന് എന്ത് പറ്റുമെന്നറിയോ? ഇന്നർ സെൽമാസ് ഗാസ്ട്രുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി 3 ജേം ലെയേഴ്സ് ഉണ്ടാക്കും. എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ആ 3 ജേം ലെയേഴ്സ് ഉണ്ടാവുമ്പോഴാണ് ദിസ് ടേൺസ് ഇൻ ടു ആൻ എംബ്രിയോ. അപ്പൊ ഔട്ടർ സെൽമാസ് ആയ ട്രോഫോബ്ലാസ്റ്റ്,
ചെറിയ 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 ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ആസ് കൊറിയോണിക് വില്ലേ ഉണ്ടാക്കും. അതും എൻഡോമെട്രിയം ചേർന്നിട്ടാണ് പ്ലാസെന്റ ഉണ്ടാവുന്നത്. ആൻഡ് ഇന്നർ സെൽമാസ് ഗാസ്ട്രുലേഷൻ പ്രോസസ്സ് വഴി ജേം ലെയേഴ്സ് ഉണ്ടാക്കും. അങ്ങനെ എംബ്രിയോ ഫോം ചെയ്യും. ഈ പ്ലാസെന്റയും എംബ്രിയോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഉംബലിക്കൽ കോഡ്. അപ്പൊ നല്ല രീതി നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്കറിയാനുള്ള പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് പ്ലാസെന്റ? അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ന്യൂട്രീഷൻ, കുട്ടിയിൽ നിന്ന് അമ്മയിലേക്ക് വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാൻ, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ ഒക്കെ പ്ലാസെന്റയാണ്. അപ്പൊ പ്ലാസെന്റയിലാണ് ന്യൂട്രീഷൻ കുട്ടിക്ക് കിട്ടുക, വേസ്റ്റ് റിമൂവൽ നടക്കുക, അതുപോലെ തന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. ഇതൊക്കെ പ്ലാസെന്റയുടെ ഹെൽപ്പോട് കൂടിയാണ്. എപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊരു എൻഡോക്രൈൻ സ്ട്രക്ചറാണ്. അപ്പൊ അടുത്ത ചോദ്യം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഹോർമോൺസ് റിലീസ് ഫ്രം പ്ലാസെന്റ? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ, HCG, human placental lactogen, you have estrogen, progesterone. അപ്പൊ ഏതൊക്കെ ഹോർമോൺസ് ആണ് മക്കളെ റിലീസ് ചെയ്യുക? വേഗം പറഞ്ഞേ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ ആണ്. അതിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ടെസ്റ്റ് ചെയ്യുക? പ്രഗ്നൻസി ടെസ്റ്റ് വരെ നടക്കുന്നത്. HCG ആണ്. HCGയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ പ്രൊജസ്ട്രോൺ ലെവൽ ബോഡിയിൽ ഹൈ ആയിട്ട് കീപ്പ് ചെയ്യുക. സോ ദാറ്റ് എന്ത് സംഭവിക്കും? നമ്മുടെ എൻഡോമെട്രിയം സ്റ്റേബിൾ ആയിരിക്കും. ഇംപ്ലാന്റഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ കീപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യാൻ എൻഡോമെട്രിയം ഷെഡ് ചെയ്യും, അബോർഷൻ ഉണ്ടാവാം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതാണ് HCG. HPL ആണ് മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുക ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഫോർ നോർമൽ ഹോർമോണൽ റെഗുലേഷൻസ് ഇൻ അവർ ബോഡി. ഇനി ഇത് കൂടാതെ പ്രഗ്നൻസിയിൽ റിലീസ് ചെയ്യുന്ന ഒവേറിയൻ ഹോർമോൺ ഒരെണ്ണം ഉണ്ട്. ആരാണത്? ഓവറി റിലീസ് ചെയ്യുന്ന 7th month ഓഫ് പ്രഗ്നൻസി റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, വിച്ച് ഇസ് എ പ്രഗ്നൻസി ഹോർമോൺ. ഏതാണത്? യെസ്, പ്ലാസെന്റൽ വില്ലേ എന്ന് പറയുന്നത് കൊറിയോണിക് വില്ലേ തന്നെയാണ്. യെസ്, വെരി ഗുഡ്. റിലാക്സിൻ. ഈ റിലാക്സിനാണ് 7ാം മാസം ആകുമ്പോൾ കുട്ടീനെ പ്രസവിക്കാൻ സമയമാവൂല്ലേ? ആ സമയത്ത് പെൽവിക് ഗ്രിഡിലിനെ, ഫീമെയിൽസിൻ്റെ ഈ പെൽവിക് റീജിയനെ ഒന്ന് ലൂസാക്കി. അതുകൊണ്ടാണ് പ്രസവിച്ച് കഴിയുമ്പോൾ സ്ത്രീകളുടെ ഈ പെൽവിക് റീജിയൻ ഒന്ന് വലുതാവുക. കാരണം ആ പെൽവിക് ഗർഡിലിനെ ഒന്ന് ലൂസൺ ചെയ്തിട്ട് പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്ലാസെന്റ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. ഇതാ നോക്കിക്കൂടാ മക്കളെ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ഫെർട്ടിലൈസേഷൻ, പിന്നെ ക്ലീവേജ്, മോറുല, ബ്ലാസ്റ്റോസിസ്, ഇംപ്ലാന്റേഷൻ. അതിന് കഴിയുമ്പോൾ എന്ത് നമ്മൾ പറഞ്ഞു? പ്ലാസെന്റ ഫോർമേഷൻ. പ്ലാസെന്റ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കൊറിയോണിക് വില്ലേ ഇന്റർഡിജിറ്റഡ് വിത്ത് ദി എൻഡോമെട്രിയം ഓഫ് ദി ഫീമെയിൽ ബോഡി. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ പ്ലാസെന്റ ഫോം ചെയ്യുന്നത്. പ്ലാസെന്റയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ എൻഡോക്രൈൻ സ്ട്രക്ചർ. അത് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വുമൺ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് മാമറി ഗ്ലാൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അടുത്തത് ഈസ്ട്രോജൻ, progesterone. So these are the different hormones that increases in the female. Estrogen, progesterone, cortisol, prolactin, thyroxine എല്ലാം കൂടും. ബട്ട് മെയിൻലി ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് പ്ലാസെന്റയാണ്. ആൾസോ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ ആണ് നമ്മുടെ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊജസ്ട്രോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, യെസ്, ഇറ്റ്സ് ദ സെയിം. പ്ലാസെന്റ, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. യു ഹാവ് ദി എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ എങ്ങനെയാണ് ക്ലീവേജ് നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടായി, ഇംപ്ലാന്റേഷൻ നടന്ന്, ഔട്ടർ ലെയർ എന്ന കൊറിയോണിക് വില്ലേ വഴി പ്ലാസെന്റ ഉണ്ടായി, ഇന്നർ സെൽമാസ് ഗ്യാസ്ട്രുലേഷൻ വഴി എംബ്രിയോ ആയി. ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? ഉംബലിക്കൽ കോഡ് വഴി കണക്ട് ചെയ്തു.
ആൻഡ് പ്ലാസെന്റയിലെ ഹോർമോൺസ് പറഞ്ഞു. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ. അപ്പൊ ഇതുവരെയുള്ള പാട്ട് നമുക്കൊന്ന് പെട്ടെന്ന് എഴുതിയാൽ ഇങ്ങനെ എഴുതാം: ഫെർട്ടിലൈസേഷൻ സ്റ്റെപ്സ്, അത് കഴിയുമ്പോൾ ക്ലീവേജ്, ക്ലീവേജിൽ സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റുല, ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, കഴിയുമ്പോൾ എംബ്രിയോ ഫോർമേഷൻ ആൻഡ് പ്ലാസെന്റ ഫോർമേഷൻ. പ്ലാസെന്റ പറയാൻ നേരത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുക ഫങ്ഷൻ ഹോർമോൺസ്. സെറ്റാണ്. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ നേരെ പോകുന്നു ടു ദി എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഭയങ്കര സിമ്പിളാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഇത്രയേ ഉള്ളൂടാ. ആദ്യത്തെ മാസം ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും. ഫസ്റ്റ് മന്ത് ഹാർട്ട് ഫോം ചെയ്യും. സെക്കൻഡ് മന്തിൽ ലിംസ്, കയ്യും കാലും ഡിജിറ്റും ഫോം ചെയ്യും, വിരലുകൾ ഫോം ചെയ്യും. മൂന്നാം മാസം ഓൾ ഓർഗൻസ്, എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യും. ഈവൻ എക്സ്റ്റേണൽ ജനീഷ്യ വരെ, കുട്ടിയുടെ എക്സ്റ്റേണൽ ജനീഷ്യ വരെ ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞ 5-ാം മാസം ആവുമ്പോൾ ഫസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവും. ആൾസോ ഹെയർ ഓൺ ഹെഡ്, തലയിൽ മുടി വളരും. 6-ാം മാസം ആവുമ്പോൾ ബോഡി ഫുള്ള് ഫൈൻ ഹെയർ ഓൺ ബോഡി. ആ സമയത്താണ് ഐലിഡ്സ് സെപ്പറേറ്റ് ആവുന്നത്, ഐ ലാഷസ് ഉണ്ടാവുന്നത് ഈ സമയത്താണ്. ആൻഡ് ഫൈനലി 9th മന്ത് ആവുമ്പോൾ ബേബി എന്ത് ചെയ്യും? ഹെഡ് ഡൗൺ പൊസിഷൻ, സെർവിക്സിന് അടുത്തേക്കുള്ള പൊസിഷനിലേക്ക് ഹെഡ് എത്തുന്നു, റെഡി ഫോർ ഡെലിവറി. സെറ്റാണ് മക്കളെ? അപ്പൊ ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും. സെക്കൻഡ് മന്തിലായിട്ട് നമ്മൾ എന്താണ് കാണുക? ലിംസും ഡിജിറ്റ്സും ഡെവലപ്പ് ചെയ്യും. 12 വീക്സ് അല്ലെങ്കിൽ 3 മന്ത്സ് ആവുമ്പോൾ മേജർ ഓർഗൻ സിസ്റ്റംസും എക്സ്റ്റേണൽ ജനീഷ്യം വെൽ ഡെവലപ്ഡ് ആവും. 5th മന്തിൽ ഫസ്റ്റ് മൂവ്മെന്റ്, ഹെയർ ഓൺ ഹെഡ്, മുടി ഉണ്ടാവും. 6th മന്ത് ആവുമ്പോൾ 24th വീക്ക് ആവുമ്പോൾ ബോഡിയിൽ ഫുള്ള് ഫൈൻ ഹെയർസ് ഉണ്ടാവും. ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് കണ്ണ് മിഴിച്ചു നോക്കും. ഐലാഷസ് ആർ ഫോംഡ്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 9th month baby is fully developed for the parturition. And we are going to the last part of this chapter, that is parturition. What is the mechanism of parturition? Simple ആയിട്ട് നമുക്ക് ഒരു പടം വരച്ച് നോക്കിയാലോ? ദേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വയറ്റില് ഇതിങ്ങനെ കുട്ടിക്കിടക്കാണ് യൂട്രസിലായിട്ട്. ഓക്കേടാ? അപ്പൊ ആദ്യം പാർച്ചുറിഷന്റെ റിഫ്ലെക്സ് വരുന്നത് കുട്ടിയിൽ നിന്നാണ്. കുട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ഹോർമോൺസ്, അവിടെ സ്ഥലം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു, ലൈക്ക് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കുട്ടിയുടെ ഉംബലിക്കൽ കോഡ് വഴി പ്ലാസെന്റയിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ചെറിയ മൈന്യൂട്ട് കോൺട്രാക്ഷൻ ഉണ്ടാവും. ഇതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയും. സെറ്റല്ലേ? എന്തുപറ്റി? കുട്ടി വലുതായി, കുട്ടിക്ക് കിടക്കാൻ സ്ഥലമില്ല. ആ സ്ട്രെസ് വഴി കോർട്ടിസോൾ റിലീസ് ആവും. ആ കോർട്ടിസോൾ പ്ലാസെന്റയിൽ എത്തുന്നു. എന്നിട്ട് അവിടെ എന്തുണ്ടാവും? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ മൈൽഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ ടിഷ്യൂ ഉണ്ടാവും. ഫൈൻ. ഇതിന് മേജർ കാരണം ഇവിടെ കോർട്ടിസോൾ എത്തുമ്പോൾ ഇവിടെ ഈസ്ട്രോജന്റെ ലെവല് കൂടും, പ്രൊജസ്ട്രോണിന്റെ ലെവല് കുറയും. അങ്ങനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാവുക. ആ കുട്ടി എന്ത് ചെയ്യും? ദേ ഈ ഒരു ഇൻഫോർമേഷൻ യൂട്രൈൻ മസിലിൽ നിന്നും നേരെ നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് എത്തും. അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. ഓക്സിറ്റോക്സിൻ പോകുന്നു,
It causes further contraction of uterine muscle. It starts like that. ഇതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഓഫ് ഹോർമോൺ എന്നാണ് പറയുക. 10 കുട്ടിക്ക് ഇരിക്കാമല്ലോ, ഇത്ര വലിയ വയറ് ഇരിക്കട്ടാ. അപ്പൊ എന്താണ്, ആ കുട്ടി അവിടെ ഇരിക്കുന്നു, കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നു, അത് ചെല്ലുന്നു, പ്ലാസെന്റയിൽ ആക്ട് ചെയ്യുന്നു, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാവുന്നു, വിച്ച് കോസസ് എ മൈൽഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ ടിഷ്യൂ. ഈ ഇൻഫോർമേഷൻ സെൻസറി ന്യൂറോൺസ് നേരെ ബ്രെയിനിൽ എത്തിക്കുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യും, ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യും. ഓക്സിറ്റോക്സിൻ യൂട്രൈൻ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് നടക്കും. ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പോൾ മോർ ഓക്സിറ്റോക്സിൻ റിലീസ്, പിന്നെയും കോൺട്രാക്ഷൻ നടക്കും അൺടിൽ ദ ബേബി ഈസ് ഡെലിവേർഡ് ഫ്രം ദി മദേഴ്സ് ബോഡി. കുട്ടീനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്ന പോലെ നമുക്ക് പ്ലാസെന്റ വെളിയിലേക്ക് വരും. ആൻഡ് thereby the parturition is over. പാർച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, വാട്ടർ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ അമ്നിയോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഒക്കെ ഉണ്ട് കുട്ടിയുടെ ചുറ്റും. ആ അമ്നിയോൺ ലെയറിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. യൂട്രസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഈ അമ്നിയോൺ ലെയർ ബ്രേക്ക് ചെയ്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റിലീസ് ചെയ്യുന്നതിനെയാണ് വാട്ടർ ബ്ലോക്ക് ആയി എന്ന് പറയുക കേട്ടോ. ആൻഡ് ഫൈനലി ദ ബേബി ഈസ് ഡെലിവേർഡ് ആൻഡ് വി വിൽ സ്റ്റാർട്ട്, ബേബി വന്നു, വി വിൽ സ്റ്റാർട്ട് ഗിവിംഗ് milk to the baby, alle. So there is, yes, of course, the lactation part. Lactation ആദ്യത്തെ മിൽക്കിനെയാണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്, വിച്ച് ഇസ് കൊളസ്ട്രോം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആന്റിബോഡി IgA റിച്ച് ആയിട്ടുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള മിൽക്കാണ്, വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദി ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബേബി. ആൻഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. ആൻഡ് മിൽക്കിനെ ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. സോ നൗ വിൽ സ്റ്റാർട്ട് മൂവിങ് ടു ക്വസ്റ്റ്യൻസ്. അപ്പോൾ വേഗം ക്വസ്റ്റ്യൻസ് ചെയ്ത് കളയാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാപ്റ്റർ ഖതം ഹോ ഗയ, വേഗം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ഡെലിവറിയിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാം. ഇറ്റ് ഈസ് ബിക്കോസ് ലൈക്ക് ദേ ആർ, അതെന്തായിരിക്കും, മോസ്റ്റ്ലി അതെന്താണ്, സൂപ്പർ ഓവുലേറ്റിംഗ് ഫീമെയിൽ ആയിരിക്കും, മോർ ദാൻ 1 ഓവം ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം സ്പേം ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ട്വിൻ ബേബീസ് ഓർ മൾട്ടിപ്പിൾ ബേബീസ്. സൂം ചെയ്യുമോ? സ്ട്രോമ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. Interstitial cell, Leydig cells of stroma which releases testosterone. Seminiferous tubule contains Sertoli cells and spermatogonia. Sertoli cell undergo meiosis to produce spermatozoa. Answer is fourth option. Oviparous മുട്ടയിടുക, viviparous എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. And some organisms are able to do both this. It is called as oviviviparous organism. Question number 2. വേഗം ചെയ്തോടാ മക്കളെ, വേഗം ചെയ്തോ. GnRH, gonadotrophin releasing hormone. ഇല്ലടാ, 100 ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എല്ലാ സബ്ജക്റ്റും വരുന്നതാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 7:30. 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. നമുക്ക് സുവോളജി അവസാനമാണ് കേട്ടോ വരിക. എല്ലാവരും അതുവരെ അവിടെ കാണണം. യെസ് മക്കളെ, ഇറ്റ് ആക്ട് ഓൺ ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി. GnRH ആക്ട് ഓൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ AQ മാർക്ക് ചെയ്യും. AQ ഉള്ള 2 ഓപ്ഷൻസ്. B ചെക്ക് ചെയ്യാം. LH എന്ന് പറയുന്നത് ഇറ്റ് stimulates the secretion of androgen. BR ആണ് വരിക. ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. Androgen stimulates spermatogenesis and FSH act on the Sertoli cells. Third question, find the mismatch pair. Find the mismatch pair.
It's because of hormonal regulation. Some females are able to produce more than one ovum from their body. FSH LH ന്റെ level difference കൊണ്ടാണ് ഉണ്ടാവുക. Infundibulum, funnel shaped initial part of fallopian tube. Correct ആണ്. Ampulla, dilated part of fallopian tube. Isthmus, narrow lumen, opens into uterus. Fimbia, finger-like projection seen at the margin of ampulla alla. It's seen at the margin of infundibulum. Answer is fourth option. Question number 4. Identify A, B, C and D. Spermatogonia. A, B, C, D. എസ് മക്കളെ, ആദ്യം മൈറ്റോസിസ്, പിന്നെ മിയോസിസ് 1, മിയോസിസ് 2 and differentiation. Answer is first option. Question number 5. Find the mismatch pair. Primary oocyte formed from mitotic division of Oogonia. Correct ആണ്. Secondary oocyte haploid cell formed through meiosis 1. Correct ആണ്. Haploid cell ആണ്, half the number of chromosome. Polar body ക്ക് chromosome number എത്രയാ വരിക? 23 ആണ് വരിക. So answer is third option. Question number 6. Which of the following is a set of haploid cells? Primary spermatocytes 46 ആണ്. അല്ല. Polar body 23, ovum 23, spermatozoa that is 23, spermatid 23. Answer is second option. Secondary spermatocyte എന്ന് പറയുന്നത് 23 ആണ്, പക്ഷേ spermatogonium 46 ആണ്. Ovum, spermatozoan fine, but spermatogonium is given 46 ആണ് വരെ. So answer is second option. Question number 7. Identify the wrong statement regarding oogenesis and follicular development. Wrong statement regarding oogenesis and follicular development. Fetal ejection hormones in the action ആണോ? Fetal ejection hormone cortisol will cause reduction of progesterone and increase in estrogen in the placental region. അങ്ങനെയാണ് initial fetal ejection reflex ഉണ്ടാവുക, which causes mild contraction of uterine tissue. ഞാനൊന്നും ബാൻ ആക്കിയില്ലാടാ. നീ ചോദിച്ചത് ചിലപ്പം യൂട്യൂബിന് ഇഷ്ടപ്പെടാത്ത ചോദ്യമായിരിക്കും. Wrong statement regarding oogenesis and follicular development ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. Eggs released during ovulation is a secondary oocyte with meiosis 2 arrested in metaphase. Correct ആണ്. Secondary oocyte completes meiosis 2 during fertilization within the fallopian tube. Correct ആണ്. Zona pellucida is a non-cellular layer that surrounds the secondary oocyte. Correct ആണ്. Perivitalian space is located between zona pellucida and corona radiata. തെറ്റാണ്. It is present between the ovarian membrane and zona pellucida. Answer is fourth option. Question number 8. Which of the following gives a wrong description regarding ovarian follicle? വരച്ച് പഠിച്ചാണ് നമ്മളത്. എന്നിട്ട് എന്താ ഒരുപാട് പേര് തെറ്റിച്ച്? Wrong description regarding ovarian follicle.
primary follicle, primary oocyte and a single layer of granulosa cells. അല്ലേ? കറക്റ്റ് ആണ്. സെക്കൻഡറി ഫോളിക്കിൾ, പ്രൈമറി oocyte, more granulosa layers and theca layer. കറക്റ്റ് ആണ്. Tertiary follicle, theca externa and interna, development of antrum. Graphian follicle, completion of meiosis 2. Meiosis 2 complete ചെയ്യുന്നത് fertilization സമയത്താണ്. Answer is fourth option. Question number 9. Dash promotes endometrial proliferation whereas dash promotes follicular development. Yes, മക്കളെ. എൻഡോമെട്രിയൽ പ്രോളിഫറേഷന് സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രോജൻ ആണ്. ഫോളിക്കുലാർ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഹോർമോൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. സോ ഇറ്റ് ഇസ് ഈസ്ട്രോജൻ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. എൻഡോമെട്രിയൽ പ്രോളിഫറേഷനെ സഹായിക്കുക ഈസ്ട്രോജൻ ആണ്. അതുപോലെ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് സഹായിക്കുക ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Question number 10. Find A and B regarding hormonal control of oogenesis. So this is your last question. Rest of the questions നമ്മുടെ കാരണം എല്ലാവരും ഇനിയിപ്പോൾ നോമ്പ് തുറക്കി പോകുന്ന സമയമായി ഞാനിവിടെ പിടിച്ചിരിക്കുന്നത് തെറ്റല്ല. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ 100 ക്വസ്റ്റ്യൻ സീരീസിൽ ചെയ്യണം. ഫൈൻഡ് എ ആൻഡ് ബി റിഗാർഡിംഗ് ഹോർമോണൽ കൺട്രോൾ ഓഫ് oogenesis. എ ഏതാണ്, ബി ഏതാണ്, LH ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ബി കിട്ടും. ബി ഷുഡ് ബി FSH. ഓഫ് കോഴ്സ് ബി FSH ആയിരിക്കണം, കാരണം ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. എ എന്ന് പറയുന്നത് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് FSH. ആൻസർ ഈസ് യെസ്, തേർഡ് ഓപ്ഷൻ. അപ്പൊ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ 100 ക്വസ്റ്റ്യൻ സീരീസിൽ ബാക്കി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും റിവൈസ് ചെയ്യാൻ നേരത്ത് മെമ്മറി നോട്ട്സ് യൂസ് ചെയ്ത് സ്പീഡിന് റിവൈസ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സോ സി യു. സാഹിസി, ഞാൻ നോമ്പെടുത്തല്ലോ, നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. സി യു ഗൈസ്, ബൈ ബൈ, താങ്ക് യു.